മഞ്ഞുരുകുംകാലം എന്ന സ്റ്റോറി ഈ ഒരു പാർട്ടോടുകൂടെ ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ മുന്നേ ആ കഥ ഫസ്റ്റ് പാർട്ട് ഇരു കൈയും നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മഞ്ഞുരുകുംകാലം എന്ന സ്റ്റോറി രണ്ടാം താലി എന്ന പേരിൽ ഞാൻ പ്രതിലിപിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതൊന്നുകൂടെ വിപുലീകരിച്ചിട്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എഴുതിയൊരു സ്റ്റോറിയാണ്. തീർച്ചയായും സ്ത്രീകളും പെൺമക്കളുള്ള അമ്മമാരും വായിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയ ഒരു സ്റ്റോറിയാണത്. ഇതൊരു സ്റ്റോറി പ്രൊമോഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ആ സ്റ്റോറി കൂടുതൽ ആളുകൾ വായിക്കണമെന്ന് എനിക്കൊരിത്തിരി ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. സൂര്യകാന്തി പെണ്ണ് സൂര്യകാന്തി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രതിലിപിയിൽ എഴുതുന്നുണ്ടോയെന്ന്. അവർക്കും കൂടി വേണ്ടിയാണ് ഈ പ്രൊഫൈൽ ഇപ്പോൾ ഇവിടെ റിവീൽ ചെയ്യുന്നത്. എല്ലാവരും രണ്ടാം താലി എന്ന സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് മഞ്ഞുരുകുംകാലം ഇഷ്ടപ്പെട്ടതിൻ്റെ 1000 ഇരട്ടി രണ്ടാം താലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതേപോലെ ഈ സെയിം ഭാഗങ്ങൾ തന്നെ ആ സ്റ്റോറിക്കകത്തും ഉണ്ട്. പക്ഷേ ആ സ്റ്റോറി വായിച്ചു നോക്കിയാലാണ് അതിലെന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് ഈ പ്രൊഫൈൽ ഒന്ന് പ്രതിലിപിയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കഥയിലേക്ക് കടക്കാം. മഞ്ഞുരുകുംകാലം പാർട്ട് 2. കുട്ടി എന്തിനാ വെറുതെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താൻ ഇങ്ങോട്ട് വരുന്നത്? ഒരക്ഷരം പഠിക്കില്ല. എപ്പോഴും ഏതോ സ്വപ്നലോകത്താണ്. ഇനി ഇതിനും മാത്രം എന്താണ് ഈ പ്രായത്തിൽ ഇത്ര ചിന്തിച്ചു കൂട്ടാനുള്ളത്? രാവിലെ തന്നെ ജാനകി ടീച്ചർ മൃദുവിനെ പൊരിക്കുന്ന തിരക്കിലായിരുന്നു. ഉയർന്ന മാർക്കല്ലെങ്കിലും അത്യാവശ്യം എല്ലാ വിഷയങ്ങളിലും തരക്കേടില്ലാതെ മാർക്ക് വാങ്ങുന്ന കൂട്ടത്തിലായിരുന്നു മൃദു. പക്ഷേ ഈയിടെയായി സൂരജ് അന്ന് അപമാനിച്ചു വിട്ടതിന് ശേഷം ഒരു കാര്യത്തിലും മനസ്സുറക്കുന്നില്ല എന്നതാണ് സത്യം. എത്ര പഠിച്ചു കളയാൻ നോക്കിയിട്ടും കഴിയുന്നില്ല. ഓരോ നിമിഷവും തനിക്ക് വേദനിക്കുന്നു എന്നല്ലാതെ സൂരജ് ഇപ്പോഴും ഹൃദയത്തിൽ തന്നെ വേരുപടർത്തി നിൽക്കുന്നു. അതാണ് സത്യം. എന്ത് ചോദിച്ചാലും മറുപടിയില്ല. ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ അങ്ങ് നിൽക്കും. ഈ പാവത്താ നിൽപ്പ് കാണുമ്പോഴാണ് ഏറെ ദേഷ്യം വരുന്നത്. ജാനകി ടീച്ചർ കത്തിക്കയറുന്നുണ്ടായിരുന്നു. മൃദുവിൻ്റെ ഇടതുവശത്തിരുന്ന് തന്നോടുള്ള അമർഷത്തിൽ പല്ല് കടിക്കുന്ന നിമയെ അവർ ഒരു നിമിഷം ശ്രദ്ധിച്ചു. കൂട്ടുകാരി എന്തെങ്കിലും പറയുമ്പോൾ ചാടിക്കടിച്ച് ചോദ്യം ചെയ്യാറുള്ളതാണല്ലോ. ഇപ്പോൾ എന്താ തൻ്റെ നാക്കിറങ്ങിപ്പോയോ? ഉറ്റ സുഹൃത്താണെങ്കിൽ സുഹൃത്തിൻ്റെ തെറ്റ് ന്യായീകരിക്കുകയല്ല വേണ്ടത്. അത് തിരിച്ചറിഞ്ഞ് അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. സാധാ ഒരു തരം ചൊറിഞ്ഞ സ്വഭാവമാണെങ്കിലും ടീച്ചർ ഇന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിമക്കും തോന്നിത്തുടങ്ങിയിരുന്നു. മൃദു ഇപ്പോൾ തീർത്തും അലസതയോടെയാണ് പെരുമാറുന്നത്. ഒന്നാമത് ഈ പ്രായത്തിൽ ഒരു പ്രണയമൊന്നും നിമക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. പഠിക്കാനുള്ള സമയമാണ് ഇതെന്നും അതിനുമപ്പുറം വേറെ ഒരു ചിന്തക്കും ഈ സമയത്ത് പ്രാധാന്യം കൊടുക്കരുത് എന്നും അവൾക്കറിയാം. പക്ഷെ മൃദു സൂരജ് എന്ന ലോകത്തിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതിനുമപ്പുറം ഒരു ലോകമുള്ളത് അവൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നു. എന്താ മൃദു ഇങ്ങനെ? ദിവസം കഴിയുന്തോറും താഴോട്ടാണല്ലോ നിന്റെ ഗ്രാഫ് പോകുന്നത്. അഞ്ജു അല്പം ദേഷ്യത്തോടെയാണ് മൃദുവിനോട് അത് ചോദിച്ചത്. അന്നേരവും അഞ്ജുവിൻ്റെ കയ്യിൽ അവളുടെ കണക്ക് പരീക്ഷയുടെ പേപ്പർ ഉണ്ടായിരുന്നു. ചുവന്ന മഷിയിൽ മൃദുവിൻ്റെ റോൾ നമ്പറിനൊപ്പം ഫെയിൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണെ അഞ്ജുവിന് അത് വിശ്വസിക്കാൻ അപ്പോഴും അല്പം ബുദ്ധിമുട്ട് തോന്നി. മൃദു താഴെ നോക്കി നിന്നതല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യേ. നാളെ മുതൽ സ്കൂൾ വിട്ട 1 മണിക്കൂർ എൻ്റെ കൂടെ വീട്ടിലോട്ട് വാ. ഏട്ടൻ കണക്കിൽ പുലിയാണ്. നിന്റെ ഈ മടിയും കണക്കിനോടുള്ള ഇഷ്ടക്കേടുമെല്ലാം മൂപ്പർ പുല്ലുപോലെ മാറ്റിക്കളയും, അഞ്ജു അഭിമാനത്തോടെ പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ തനിയെ പഠിച്ചോളാം. അതുവരെ മിണ്ടാതിരുന്ന മൃദു ചാടിക്കയറി പറഞ്ഞു. ഇനിയും ഒരു തവണ കൂടെ സൂരജിനെ അഭിമുഖീകരിക്കാനുള്ള ത്രാണി അവൾക്കില്ലായിരുന്നു. ഇത് തന്നെയല്ലേ നീ കഴിഞ്ഞ എക്സാമിനും പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി? കഴിഞ്ഞ വട്ടം ജസ്റ്റ് പാസ്സായതിലെല്ലാം ഇപ്രാവശ്യം നിരത്തിപ്പൊട്ടിയില്ലേ? അഞ്ജു മൃദുവിനെ നോക്കി കണ്ണുരുട്ടി. ഇന്ന് എൻ്റെ കൂടെ വൈകിട്ട് വന്നേക്കണം. പറഞ്ഞേക്കാം. ഞാൻ ഈ നോട്ടൊന്ന് സ്റ്റാഫ് റൂമിൽ കൊടുത്തിട്ട് വരാം. അപ്പോഴേക്കും നീ ഒരു തീരുമാനമെടുക്ക്. അഞ്ജു ക്ലാസ്സിൽ നിന്ന് കളക്ട് ചെയ്ത നോട്ട് ബുക്കുമായി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. നിനക്ക് എന്താ ഇതിന് മാത്രം ആലോചിക്കാൻ? സൂരജിന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയും ആളുടെ പിന്നാലെ ആ ഒരു ഇഷ്ടം വെച്ച് പോവരുത്. ആത്മാഭിമാനം ഉള്ളവർക്ക് ചേർന്നതല്ല അത് മൃദു. നിമ പതിയെ കുനിഞ്ഞു പോയ മൃദുവിൻ്റെ മുഖം പിടിച്ചുയർത്തി. മൃദുവിൻ്റെ കണ്ണുകൾ അന്നേരം ചാലിട്ട് ഒഴുകുകയായിരുന്നു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടടാ? അടുത്ത് കണ്ട് ഇടപഴകുമ്പോൾ അകലെന്ന് കാണുമ്പോൾ നിനക്ക് അങ്ങേരോടുള്ളൊരു കൗതുകം അങ്ങ് പോവും. ഇതൊക്കെ ഈ പ്രായത്തിൽ വെറുതെ തോന്നുന്നതാണെന്നല്ലേ ടീച്ചർമാരൊക്കെ പറയാറ്.
നിമ തന്നാൽ കഴിയും വിധം മൃദുവിനെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ വെറും ഒരു കൗതുകമാണെന്നാണോ നീ കരുതുന്നത്? മൃദു എടുത്തടിച്ച പോലെ നിമയോട് ചോദിച്ചു. നിമയുടെ മുഖം ആ ചോദ്യത്തിൽ വിളറിപ്പോയി. ഒരിക്കലും മൃദുവിൻ്റെ പ്രണയം തനിക്കൊരു നേരം പോക്കായി തോന്നിയിട്ടില്ല. പക്ഷെ തിരിച്ചറിയേണ്ട ആൾ അത് അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും കരഞ്ഞും കാലു പിടിച്ചും വാങ്ങാൻ കഴിയുന്നതല്ലല്ലോ. സൂരജിനും തിരികെ തോന്നണ്ടേ? നിമ ആലോചിച്ചു കൊണ്ടിരുന്നു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും പകുതിയിലേറെ ന്യായം സൂരജിൻ്റെ ഭാഗത്താണെന്ന് നിമക്ക് തോന്നി. ഒന്നാമത്, ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി പ്രണയം പറഞ്ഞ സൂരജിനെ പോലെ പക്വതയുള്ള ഒരു ചെറുപ്പക്കാരൻ അത് കളിയായി കാണാനേ കഴിയൂ. രണ്ടാമത്, സൂരജ് ഒരിക്കലും ഇല്ലാത്ത പ്രണയം നടിച്ചു കിട്ടിയ അവസരം മുതലെടുത്തില്ലല്ലോ. പക്ഷേ തനിക്ക് മൃദുവിനോട് താല്പര്യമില്ല എന്ന് അവൻ പറയാൻ ഉപയോഗിച്ച രീതിയും പദങ്ങളും എല്ലാം തെറ്റായിരുന്നു. അത് മാത്രമാണ് താൻ സൂരജിൽ കാണുന്ന ആകെയുള്ളൊരു കുറ്റം. നിമ നെടുവീർപ്പോടെ ആ ഇരുത്തം ഇരുന്നു ഏറെ നേരം. വാ ഇങ്ങോട്ട്, നിനക്ക് എന്താ ഇത്ര മടി? ഏട്ടനൊരു സ്റ്റുഡൻറ്റ് കൂടെ കൂടിയെന്നല്ലുള്ളൂ. അല്ലാതെ ഏട്ടന് നീ ഉദ്ദേശിക്കുന്ന പോലെ നിനക്കും കൂടെ ട്യൂഷൻ എടുത്തു തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അഞ്ജുവിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാതെ തിരിച്ചു പോകാൻ ഒരുങ്ങിയ മൃദുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയായിരുന്നു അവൾ അന്നേരം. അഞ്ജു, നീ വിട്, ഞാൻ തനിയെ പഠിച്ചോളാം, ഏട്ടന് ബുദ്ധിമുട്ടാവും. മൃദു തന്നെ കൊണ്ടാവും പോലെ അവളോട് തർക്കിക്കാൻ നോക്കുന്നുണ്ട്. പൊടുന്നനെയാണ് വീടിൻ്റെ ഉമ്മറവാതിൽ തുറന്ന് സൂരജ് പുറത്തിറങ്ങിയത്. ഒരു നിമിഷം മൃദു അവനെ നോക്കി ചലനമറ്റ് നിന്നുപോയി. സൂരജിൻ്റെ മിഴികളും അന്നേരം മൃദുവിൽ തന്നെയായിരുന്നു. അന്ന് ഉള്ളിലുള്ള വെറുപ്പൊന്നാകെ അവൾക്ക് മുന്നിൽ പറഞ്ഞു തീർത്തതിന് ശേഷമുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ. തന്നെ ദഹിപ്പിക്കും വിധം സൂരജ് നോക്കുന്നത് കാണെ മൃദു കിടുകിട വിറക്കുന്നുണ്ടായിരുന്നു. അന്ന് കണ്ടതിൽ പിന്നെ ഒരിക്കൽ പോലും സൂരജിനെ ശല്യം ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. ഓടി ഒളിക്കാൻ ശ്രമിക്കുന്തോറും വിധി പിന്നെയും അവൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കും പോലെ. നീ അകത്തോട്ട് വാ, ഞാൻ അമ്മയെ വിളിക്കട്ടെ. അഞ്ജു തിരക്കിട്ട് അകത്തേക്ക് കയറി. അഞ്ജുവിന് പുറകെ പോകാൻ ഒരുങ്ങിയ മൃദു ഒരു നിമിഷം സൂരജിൻ്റെ അരികിൽ എത്തിയപ്പോൾ ഒന്ന് നിന്നു. ഞാൻ അഞ്ജു നിർബന്ധിച്ചത് കൊണ്ടാണ്, സത്യമായിട്ടും ഇനി ബുദ്ധിമുട്ടിക്കാൻ മുന്നേ വരില്ലെന്ന് വിചാരിച്ചതായിരുന്നു. മൃദുവിന് പറഞ്ഞു തീരുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. സൂരജിൻ്റെ നോട്ടം തൻ്റെ മുഖത്ത് തന്നെയാണെങ്കിലും ആൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അഞ്ജുവിനെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നിങ്ങൾ അതോർത്ത് ടെൻഷനാവണ്ട, മൃദു കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നാളെ മുതൽ ഇങ്ങോട്ട് വരാം. തന്നെ ഒരു വിദ്യാർത്ഥിയായി കാണാൻ എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ ഒരിക്കലും താൻ അന്ന് പറഞ്ഞ പോലെ തന്നെ കാണാൻ എനിക്ക് പറ്റില്ലെന്ന് മാത്രം, സൂരജ് തറപ്പിച്ചു പറഞ്ഞു. മൃദു നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. തന്നോട് ഇങ്ങനെ പറയുന്നതിൻ്റേതായിട്ടുള്ള ഒരു കുറ്റബോധവും അവനിലില്ല. ഒരു പക്ഷെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അവൻ ഇങ്ങനെ തന്നെ വേണ്ടെന്ന് പറയുമ്പോൾ താൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം. അറിവ് പകർന്നു കൊടുക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത് കലർപ്പില്ലാതെ ഞാൻ ചെയ്യുകയും ചെയ്യും. താനും അങ്ങനെ ആയിരിക്കണം. മനസ്സിൽ ഒരു ദുരുദ്ദേശവുമായി ഇങ്ങോട്ട് വരരുത്, സൂരജ് എടുത്തു പറഞ്ഞു. മൃദുവിന് അത് വേണ്ടെന്ന് തോന്നിയെങ്കിലും അഞ്ജു വാശിയിലാണ്. ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്നെ വിടില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മൃദു എന്ത് വേണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി ഏറെ നേരം. തൻ്റെ അരികിലിരിക്കുന്നവരിൽ നിന്ന് ഉയർന്നു വരുന്ന ഗന്ധം എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവളിൽ പ്രണയം നിറക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കടന്നു പോവാതിരുന്നിരുന്നുവെങ്കിലെന്ന് അവൾ ആശിച്ചു തുടങ്ങിയിരുന്നു. പേന പിടിച്ച് ഉരുണ്ട അക്ഷരങ്ങളിൽ എഴുതുന്നവൻ്റെ നീണ്ട വിരലുകളിൽ നിന്ന് കണ്ണെടുക്കാതെ അവളിരുന്നു. അത് ചലിക്കുന്നത് കാണാനും ഒരു പ്രത്യേക രസം തോന്നിയിരുന്നു അവൾക്ക്. പക്ഷേ സൂരജ് അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഓരോ ഭാഗവും അവൻ ഇഴകീറി മൃദുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മൃദുവിന് നേരെ അവൻ വിരൽ ഞൊടിച്ചത്. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കവേ സൂരജിൻ്റെ കണ്ണുകൾ കുറുകി വരുന്നുണ്ടായിരുന്നു. എന്താ എന്താ നിൻ്റെ ഉദ്ദേശം? സൂരജ് നെറ്റി ചൊളിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞു, പഠിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിയാൽ മതിയെന്ന്. ഇല്ലെങ്കിൽ ഈ പണി നിർത്തിയേക്ക്. തന്നെ കൊണ്ടൊക്കെ വല്ലവൻ്റെയും വായിൽ നോക്കി നടക്കാനേ കഴിയൂ. പഠിത്തമൊന്നും തനിക്ക് നടപടിയാവുന്ന കാര്യമല്ല. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഊമയെ പോലെ ഇരിക്കുന്നവളെ കാണുമ്പോൾ തന്നെ സൂരജിന് കലി വരുന്നുണ്ടായിരുന്നു. ഇന്നിങ്ങനെ നോവിക്കുമ്പോൾ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ? ഒട്ടും നോട്ടം മാറ്റാതെ ദയനീയമായി അവൾ ചോദിച്ചു. എന്താ? സൂരജ് നെറ്റി ചൊളിച്ചു. എന്നെ വേദനിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു സൂരജ് ഏട്ടന്. ഞാൻ നിങ്ങളോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനെന്തിനാണ് എന്നൊരു പ്രേമരോഗിയായി ചിത്രീകരിക്കുന്നത്? ഞാൻ അത്രയും ചീത്ത പെണ്ണായിട്ടാണോ തോന്നുന്നത്? ചോദിക്കുമ്പോൾ മൃദു കരയാതിരിക്കാൻ തന്നെ കൊണ്ടാവും വിധം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം നാട് വിറപ്പിച്ച് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, നിന്റെ മുറച്ചെറുക്കൻ രുദ്രൻ. അവനും നീയും തമ്മിലുള്ള വിവാഹം പറഞ്ഞു വെച്ചതാണ്. എന്താണ്? അവനൊപ്പം പലവട്ടം ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവനെ പറഞ്ഞിരുത്തിയിട്ട് തന്നെയല്ലേ നീ എന്നോട് ദിവ്യപ്രേമമാണെന്ന് വന്ന് പറഞ്ഞത്? അപ്പോൾ പിന്നെ അങ്ങനെയുള്ള നിന്റെ ലിസ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ എത്ര പേരുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സൂരജ് പുച്ഛത്തോടെ അവളെ നോക്കി.
മൃദുവിൻ്റെ ആത്മാഭിമാനം ഓരോ വട്ടവും സൂരജ് ആഴത്തിൽ മുറിപ്പെടുത്തുന്നുണ്ടായിരുന്നു. രണ്ടാളും തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? കയ്യിൽ 2 ഗ്ലാസ് കട്ടനും കൊണ്ടാണ് അഞ്ജു അവരുടെ ഇടയിലേക്ക് കയറി വന്നത്. മൃദു വേഗത്തിൽ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. മേശപ്പുറത്ത് ഗ്ലാസ് വെച്ച് തിരിയുമ്പോഴാണ് സൂരജിൻ്റെ മുഖം മുറുകിയിരിക്കുന്നത് അഞ്ജു ശ്രദ്ധിക്കുന്നത്. തിരിഞ്ഞു മൃദുവിനെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തുമുണ്ട് ഒരു കാറും കോളും. ഏട്ടൻ അവളെ വഴക്ക് പറഞ്ഞോ? അഞ്ജു മൃദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്. മൃദു അവളോടൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടാ. അഞ്ജു താക്കീതോടെ സൂരജിനെ നോക്കി. പഠിക്കാൻ നേരം ദിവാസ്വപ്നവും കണ്ടിരുന്ന പിന്നെ ഞാൻ എന്തു വേണം? സൂരജ് അമർഷത്തോടെ മേശയും ഒന്ന് തള്ളി നീക്കി അകത്തേക്ക് പോയി. നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ ഇരുന്നാൽ ഒന്നും നടക്കത്തില്ല. ഏട്ടൻ ഏതറ്റം വരെയും ക്ഷമിക്കും. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല മോളെ. നീ ഇന്ന് പോയിട്ട് നാളെ വാ, ഞാൻ ആശാനെ ഒന്ന് തണുപ്പിക്കട്ടെ, അഞ്ജു ചിരിയോടെ പറഞ്ഞു. അപമാനഭാരവും പേറിക്കൊണ്ടാണ് അന്ന് മൃദു ആ വീടിൻ്റെ പടിയിറങ്ങിയത്. ആട്ടി അകറ്റിയവൻ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വിദൂരമല്ല എന്ന് അവൾ അന്നേരം തിരിച്ചറിഞ്ഞിരുന്നില്ല. ദിവാകരൻ ചേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഗീതേച്ചി? ആ കിടപ്പ് തന്നെ മോനെ, ഒരു മാറ്റവും ഇല്ല. ഓരോ ദിവസം കഴിയുന്തോറും ആളാകെ കോലം കെട്ടി വരികയാണ്. ഇടയ്ക്ക് ക്ഷീണം കൂടുമ്പോൾ 1-2 ദിവസം കൊണ്ടുപോയി ആശുപത്രിയിൽ കിടത്തും. പൈസ തികയാതെ വരുമ്പോൾ പിന്നെയും തിരിച്ചു കൊണ്ടുവരും. വർഷം 2ആയിപ്പോൾ ഇങ്ങനെ. ഗീത വേദനയോടെ ചുമലിൽ കിടന്ന തോർത്തിൽ കണ്ണുകൾ തുടച്ചു. ഏയ് വിഷമിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ലേ, എല്ലാം ശരിയാവും, സൂരജ് അലിവോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത്യാവശ്യം വണ്ണവും നിറവും എല്ലാമായി ചുറുചുറുക്കോടെ നടന്നിരുന്ന ഗീതേച്ചി വല്ലാതെ ക്ഷീണിച്ചു പോയ പോലെ തോന്നി സൂരജിന്. ദിവാകരൻ ചേട്ടൻ വീണ അന്ന് തുടങ്ങിയതാണ് ഗീതേച്ചിയുടെ ഈ കഷ്ടപ്പാട്. അല്ലെങ്കിലും ഇണകളിൽ ഒരാൾ ചിറകറ്റ് വീണാൽ മറ്റേതിൻ്റെയും പാതി ദേഹം പോയ പോലെയാണ്. ചേച്ചി ഇത് വെച്ചോ, അത്യാവശ്യം വേണ്ട ചിലവുകൾ നടക്കട്ടെ. സൂരജ് അവരുടെ കയ്യിലേക്ക് ചുരുട്ടിയ നിലയിൽ കുറച്ച് പണം വെച്ചു കൊടുത്തു. വേണ്ട മോനെ, അല്ലെങ്കിൽ തന്നെ ഒരുപാടായി. കടമായിട്ട് കൂട്ടല്ലേ ചേച്ചി, സ്വന്തം മോൻ തരുന്ന പോലെ കണക്കാക്കിയാൽ മതി. അച്ഛൻ മരിച്ചപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് നിന്നിട്ടുണ്ട് ഞാനും. അന്ന് ദിവാകരൻ ചേട്ടനായിരുന്നു ഏകമുള്ള ആശ്വാസം. ഗീതക്ക് സങ്കടം കൊണ്ട് മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ കുറേ പേരുള്ളത് കൊണ്ടാണ് മോനെ ഞങ്ങൾ 2 ജന്മങ്ങൾ ഇങ്ങനെ ഉയിരോടെ ഇപ്പോഴും നിൽക്കുന്നത്. ഇത് കണ്ട മോനെ, ചിറ്റയിടത്തെ മോള് തന്നതാ. കയ്യിലിരുന്ന ഒരു പൊതി ഗീത സൂക്ഷ്മതയോടെ കെട്ടയച്ചു. അതിൽ കല്ല് വെച്ചൊരു മൂക്കുത്തി. ആ കുഞ്ഞ് ഇതുപോലെ പറ്റുന്ന അത്രയും സഹായിക്കും. ആ വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നതെങ്കിലും ശമ്പളം ഒഴിച്ച് ഒരു തരി ഭക്ഷണം പോലും അവിടെ നിന്ന് തരില്ല. പൊളിച്ചതും കേടായതും എല്ലാം കൊണ്ട് തെങ്ങിൻ ചുവട്ടി തട്ടിയാലും മനുഷ്യന്മാർക്ക് തരാൻ വലിയ മടിയാണ് അവിടെ ഉള്ളവർക്ക്. ആ പാവം പിടിച്ച കൊച്ച് എങ്ങനെ അവിടെ ഉണ്ടായതെന്ന് മാത്രമാ ഒരതിശയം. അതിൻ്റെ ജീവിതം ആ കാട്ടാളന്മാരെ കൂടെ നരകിച്ച് ജീവിക്കാതിരുന്നാൽ മതി. മൃദുലയെക്കുറിച്ചാണോ ചേച്ചി പറയുന്നത്? സൂരജ് സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. ആ, മോനറിയാവോ? ആ അറിയാം, അഞ്ജുമോളുടെ കൂട്ടുകാരിയാണ്, ട്യൂഷൻ പഠിക്കാൻ വരാറുണ്ട്. ആണോ? മോനും തോന്നിയിട്ടില്ലേ? ഒരു പാവം. പിന്നെ ആ മനീഷ് മോൻ കെട്ടിക്കൊണ്ട് വന്ന കൊച്ചും ഒരു പാവമാ. അതങ്ങള് രണ്ടും കൂടെ കൊച്ചമ്മ കാണാതെ എന്തെങ്കിലുമൊക്കെ തരും. സൂരജ് ആലോചനയോടെ ഒന്ന് മൂളി. ഗീത യാത്ര പറഞ്ഞു പോയിട്ടും സൂരജ് ആ വഴിയിൽ അല്പനേരം ശങ്കിച്ച് അങ്ങനെ നിന്നു. അന്നേരം അവൻ്റെ ചിന്തയിലൊട്ടാകെ മൃദുവായിരുന്നു. ഒപ്പം 2 ദിവസം മുന്നേ ജാനകി ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞ വാചകങ്ങളും. സൂരജിൻ്റെ അടുത്താണല്ലേ S2-ലെ മൃദുല ട്യൂഷന് വരുന്നത്? അത് ടീച്ചർ. അനിയത്തി നിർബന്ധിച്ചപ്പോൾ ആ കുട്ടിയും അവൾ നല്ല കൂട്ടാണ്. തൻ്റെ അടുത്ത് വന്ന് പെട്ട ഗുണമൊക്കെ ഉത്തരക്കടലാസിൽ കാണാറുണ്ടോ? അതിന് ഞാൻ കുറേ ശകാരിച്ചിട്ടുണ്ട് മാർക്ക് കുറഞ്ഞതിന്. അതിൻ്റെ വീട്ടുകാരെ പറ്റി അറിയില്ലേ? അതിൽ കൂടി ഇതിൻ്റെ ഭാവി കൂടി നശിക്കണ്ടെന്ന് കരുതി മിടുക്കിയായിരുന്നു പഠിക്കാൻ. അടുത്തിടെയായി വല്ലാത്തൊരു ആലോചനയും സങ്കടവും എല്ലാമാണ് മുഖത്ത്. ഇപ്പോൾ അതെല്ലാം മാറി പഴയ പ്രസരിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ തന്നെപ്പോലൊരു മിടുക്കനായ ഒരാൾ കൂടെ ഇരുത്തി പഠിപ്പിച്ചാൽ മോശമാവില്ലല്ലോ. സൂരജ് ഒരു ദീർഘനിശ്വാസത്തോടെ ചിന്തകളിൽ നിന്ന് ഉണർന്നു. ഭംഗിയായി ചെത്തിമിനുക്കിയ നഖങ്ങളുള്ള വിരലുകൾക്കിടയിൽ പിടിച്ച് പേനയിട്ട് കറക്കി ബുക്കിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവളെ സൂരജ് ഇടം കണ്ണിട്ട് നോക്കി. ഒരു പ്രോബ്ലം ഇട്ടുകൊടുത്ത് സോൾവ് ചെയ്യാൻ പറഞ്ഞതാണ്. കുറച്ചു നേരമായി അതും കൊണ്ടിരിക്കുന്നു. ഒരാളുടെ അരികിൽ നിന്നും നല്ലതല്ലാതെ അവളെപ്പറ്റി ഒരക്ഷരം കേട്ടിട്ടില്ല. എല്ലാവർക്കും അവളെപ്പറ്റി പറയുമ്പോൾ 100 നാവാണ്. ഇത്രയും അച്ചടക്കവും പക്വതയും ഉള്ള പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്ന് അമ്മ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ പറയുമ്പോഴും ഒരു കൂസലുമില്ലാതെ എൻ്റെ കണ്ണിൽ നോക്കി ഇഷ്ടം പറഞ്ഞവളെയാണ് ഓർമ്മ വരിക. അതാലോചിക്കുമ്പോൾ ഈ വിനയവും ലാളിത്യവും എല്ലാം അവളുടെ അടവായിട്ടാണ് തോന്നുക. പക്ഷേ തനിക്ക് അവളോട് തിരികെ ഒരു തരി ഇഷ്ടം പോലും ഇല്ലെന്ന് തീർത്ത് പറഞ്ഞതിൽ പിന്നെ അവൾ തന്നെ ഒരു നോട്ടം കൊണ്ടുപോലും ശല്യപ്പെടുത്തിയിട്ടുമില്ല.
ഈ പെൺകുട്ടിയെ എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. സൂരജ് ഉള്ളാലെ ചിന്തിച്ചുകൊണ്ടിരുന്നു. സൂരജിൻ്റെ ഉള്ളിലൂടെ പലവിധ ചിന്തകൾ മിന്നി മറഞ്ഞു വന്നു. സൂരജ് കൊടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോഴാണ് മൃദു ബുക്കിൽ നിന്നും കണ്ണെടുത്തത്. ഒരു നിമിഷം തന്നെ ഇമചിമ്മാതെ നോക്കിയിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ഇരുവരുടെയും നോട്ടം ഒന്ന് കൊരുത്തു. അത്രയും തൊട്ടരികിൽ താനും അവനും മാത്രം. മൃദുവിൻ്റെ കണ്ണിൽ അന്നേരം ആകാംക്ഷമായിരുന്നു എങ്കിൽ സൂരജിൻ്റെ കണ്ണുകളിൽ അന്നേരം വല്ലാത്തൊരു പിടച്ചിലായിരുന്നു. മൃദുവിൻ്റെ കണ്ണിലേക്ക് നോക്കും തോറും സൂരജിന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. ഇതുവരെ അറിയാത്ത എന്തോ ഒന്ന് ഉള്ളിൽ കൊളുത്തി വലിക്കും പോലെ. എന്നിട്ടും അവളിൽ നിന്നും നോട്ടം പിൻവലിക്കാൻ കഴിയുന്നില്ല. ഏട്ടാ, അവരെത്തി. പുറത്തു നിന്നും അഞ്ജുവിൻ്റെ സ്വരം കേൾക്കെയാണ് ഇരുവരും പരസ്പരം നോട്ടം മാറ്റിയത്. മൃദുവിൻ്റെയും സൂരജിൻ്റെയും ജീവിതത്തിൽ പുതിയ അതിഥികൾ. തോളോടൊപ്പം വെട്ടിയൊതുക്കിയ മുടിയും വട്ടമുഖവും തിങ്ങിയ പീലികൾ നിറഞ്ഞ കണ്ണും എല്ലാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് വല്ലാത്തൊരു ഭംഗി കൊടുക്കുന്ന പോലെ മൃദുവിന് തോന്നി. സൂരജിൻ്റെ അച്ഛൻ പെങ്ങളുടെ മകളാണ് ശീതൽ. ചുരുക്കി പറഞ്ഞ മുറപ്പെണ്ണ്. വന്നു കയറിയത് മുതൽ സൂരജ് ശീതലിനോട് കാണിക്കുന്ന ഒരു പ്രത്യേക തരം അടുപ്പം ചെറുതല്ലാത്ത രീതിയിൽ മൃദുവിനെ വേദനിപ്പിക്കുന്നുണ്ട്. വിരുന്നുകാർ വന്ന ഉടനെ പോവാൻ പുറപ്പെട്ടതാണ് താൻ. വന്നവരെ പരിചയപ്പെട്ടിട്ട് പോവാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയത് അഞ്ജു ആണ്. ഇതിപ്പോൾ ഇവരുടെ ഇടയിൽ താനൊരധികപ്പറ്റായ പോലെ. ശിവേട്ടൻ വരൂ എന്ന് പറഞ്ഞിട്ട് കാർ വന്ന് നിന്നപ്പോൾ ഞാൻ കരുതി ശിവേട്ടനും ഉണ്ടാവുമെന്ന് അഞ്ജു പരിഭവത്തോടെ പറഞ്ഞു. ഏട്ടൻ വരായിരുന്നതാടാ. അന്നേരമാണ് അർജൻറ്റായിട്ട് എന്തൊക്കെയോ ബിസിനസ് കാര്യം വന്ന് മറിഞ്ഞത്. പിന്നെ എന്നെ ഇങ്ങോട്ട് പാക്ക് ചെയ്ത് അയച്ചു കക്ഷി. 2 ദിവസത്തിനുള്ളിൽ എത്തിയേക്കാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ശീതൽ പറയുന്നത് കേൾക്കെ വലിയൊരു സന്തോഷമില്ലാതെ അഞ്ജു തലയാട്ടി. ശിവനുണ്ടെങ്കിൽ അവിടെ വേറൊരു ലോകമാണ്. കളിയും ചിരിയും തമാശയുമായിട്ട്. സൂരജ് അല്പം ഗൗരവക്കാരനാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശിവേട്ടൻ. ആൾക്ക് ചുറ്റും നിൽക്കുന്നവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ മൂപ്പർ ശ്രമിക്കും. വല്ലാത്തൊരു ഓളമാണ് ആളുണ്ടെങ്കിൽ. ഇയാളെന്താടോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ശീതൽ ആരോടും ഒന്നും സംസാരിക്കാതെ ഷാളിലും തിരിപ്പിടിച്ചിരിക്കുന്ന മൃദുവിനോടായി ചോദിച്ചു. അതങ്ങനെയാണെൻ്റെ മോളെ. വായിൽ കോലിട്ടിളക്കിയാൽ മിണ്ടത്തില്ല. മൂങ്ങയെപ്പോലെ ഇരിക്കും. അഞ്ജു പതിയെ ചിരിച്ചു. മിണ്ടാപൂജ കല മുടക്കുമെന്നാ? ശീതൽ മൃദുവിനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അല്ല, നിങ്ങൾ കുറെ കൂടി കാണുന്നതല്ലേ. നിങ്ങൾ സംസാരിച്ചോട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തെ. മൃദു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അല്ലെങ്കിലും തനിക്ക് ഇങ്ങനെ തന്നെയാണ്. അധികം പരിചയമില്ലാത്ത ഒരാളോട് ചാടിക്കയറി സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും എങ്ങനെ ചോദിക്കണമെന്ന് അറിയുന്നുണ്ടാവില്ല. ഇടയ്ക്ക് എന്ത് ചോദിക്കണമെന്നും. അഞ്ജുവും നിമയുമെല്ലാം പെട്ടെന്ന് ഓരോരുത്തരോടുമായി കൂട്ടാവുന്നതും സൗഹൃദത്തിലാവുന്നതും കാണുമ്പോൾ കൊതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കും. തനിക്കും അവരെ പോലെ സംസാരിക്കാൻ അന്നേരം കൊതി തോന്നും. എല്ലാവരോടും അതുപോലെ കൂട്ടുകൂടാനും. പക്ഷേ സാധിക്കാറില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും അന്നേരം അത് ചോദിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ പ്രതികരിച്ചാൽ മതിയായിരുന്നു എന്നും മറ്റും തോന്നുന്നത്. എപ്പോഴും മൂങ്ങയെപ്പോലൊന്നുമല്ല. എപ്പോഴെങ്കിലും വായ തുറന്നാൽ പിന്നെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളാണ് പറയാറ്. അതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. സൂരജ് കയ്യിലിരുന്ന ചായ ഊതി കുടിച്ചുകൊണ്ട് മൃദുവിനെ ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കി. വീർത്തു വരുന്ന അവളുടെ കവിൾത്തടങ്ങൾ കാണെ അവനിൽ കൗതുകം നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കല മുടക്കുന്ന മിണ്ടാപ്പൂച്ച തന്നെയാണ്. ശീതൽ മൃദുവിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ എങ്കിൽ. മൃദു പതിയെ എഴുന്നേറ്റ് ബാഗ് തോളിലേക്ക് ഇട്ടു. അവിടെ ഇരിക്കുമ്പോൾ താൻ അവർക്കിടയിൽ ഒരു അധികപ്പറ്റാണെന്ന ചിന്ത അവളിൽ കൂടി വരുന്നുണ്ടായിരുന്നു. ഒപ്പം ശീതളും സൂരജും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. എങ്കിൽ ശരി, താൻ ഇരുട്ട് വീഴുന്നതിന് മുന്നേ പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഭാവി വരൻ അന്വേഷിച്ചിറങ്ങും. സൂരജിൻ്റെ സ്വരത്തിലെ പരിഹാസം മൃദു എളുപ്പം മനസ്സിലാക്കി. ഭാവി വരനോ? അപ്പം മൃദുവിൻ്റെ വിവാഹം നിശ്ചയിച്ചതാണോ? അത് ചോദിക്കുമ്പോൾ ശീതളിൻ്റെ കണ്ണിൽ ഒരു ആശ്വാസം മിന്നിമറിയുന്നത് മൃദു ശ്രദ്ധിച്ചു. പിന്നെ ഒരു നാട്ടുരാജാവ് തന്നെയാണ് ചെറുക്കൻ. മൃദുലയുടെ മുറച്ചെറുക്കനാ. സൂരജിന് എന്തോ മൃദുവിനെ 1-2 പറഞ്ഞ് എരുകയറ്റുന്നതിന് ഒരു പ്രത്യേക താല്പര്യം തോന്നി. രുദ്രനുമായുള്ള വിവാഹം മൃദുലയ്ക്ക് ഇന്നേ വരെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നും ആ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് കലിയാണെന്നും അഞ്ജു ഇടയ്ക്കിടെ അമ്മയോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ദേഷ്യം ഒന്ന് നേരിട്ട് കാണാൻ തന്നെയായിരുന്നു സൂരജ് അന്നേരം അങ്ങനെ പറഞ്ഞത്. പക്ഷേ താൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരികയാണ് ഉണ്ടായത്. ഞാൻ പോകുന്നു അഞ്ജു. മൃദു തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. ഏട്ടനാണോ തീരുമാനിക്കുന്നത് അവളെ ആരെ കെട്ടണമെന്ന്? ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അയാളെ ഇഷ്ടമല്ല എന്ന്. അത് പോട്ടെ, മൃദുലയെ പോലെ പളങ്കു പോലത്തെ ഒരു സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ അയാൾക്ക് ഒരു യോഗ്യതയുമില്ല. അഞ്ജു സൂരജിന് നേരെ തിരിഞ്ഞു. അതിന് ഞാൻ എന്തു പറഞ്ഞു? അവളുടെ കല്യാണം രുദ്രനുമായി ഉറപ്പിച്ചതാണെന്നത് സത്യമല്ലേ? അതുമാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് ഉള്ളിലിരുന്ന് ആരോ കുറ്റപ്പെടുത്തുമ്പോഴും സൂരജിന് അങ്ങനെ പറഞ്ഞ് അഞ്ജുവിനോട് തർക്കിക്കാനാണ് തോന്നിയത് അന്നേരം.
ഏയ്, നിങ്ങളെന്താ രണ്ടും കൂടെ കീരിയും പമ്പും പോലെ? സാധാരണ ഇങ്ങനെയല്ലല്ലോ. ശീതൾ ഇരുവരെയും മാറി മാറി നോക്കി. ആ പോയവളുടെ കാര്യം വരുമ്പോൾ ഞങ്ങളിങ്ങനെയാ, സൂരജ് കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. അത് വിട്, ഞാൻ വന്നിട്ട് രണ്ടാളും കൂടി പിടങ്ങി നടക്കല്ലേ. ശീതൾ ഇരുവരെയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളും കഥകളും പറയാൻ ഒരുങ്ങിയിരുന്നു. ഇരുവരും അവളുടെ കൂടെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയെങ്കിലും അഞ്ജുവിൻ്റെ ഉള്ളിലൊട്ടാകെ നിറഞ്ഞ കണ്ണുകളുമായി ഇറങ്ങിപ്പോയ മൃദുവായിരുന്നു സൂരജിൻ്റെയും. ഒരു 100 വട്ടം ഇടം കണ്ണിട്ട് നോക്കിയിട്ടും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ബുക്കിലേക്ക് തന്നെ മുഖം താഴ്ത്തിയിരിക്കുന്നവളെ കാണെ സൂരജിൻ്റെ ഉള്ളിൽ പരിഭവം തലപൊക്കി തുടങ്ങുന്നുണ്ടായിരുന്നു. പറയുന്നതും പഠിപ്പിക്കുന്നതും അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും മുഖത്തേക്ക് നോക്കുന്നില്ല. ഇന്നലത്തെ കാര്യം മനസ്സിൽ വെച്ചിട്ടായിരിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. എത്രയൊക്കെ അടക്കാൻ ശ്രമിച്ചിട്ടും ഹൃദയം അവളുടെ ഒരു നോട്ടത്തിന് വേണ്ടി പിടയുന്നുണ്ട് എന്നോർക്കെ സൂരജിന് അത്ഭുതം തോന്നി. ദേ, ഇത് നോക്കിയേ സൂരജേട്ടാ. ശീതൾ കയ്യിലൊരു പഴയൊരു ആൽബവുമായി ആണ് വന്നത്. അത് സൂരജിൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ശീതൾ അവനോട് ചേർന്ന് നിന്നു. അതുവരെ ഒരു നോട്ടം കൊണ്ടുപോലും തന്നോട് കനിയാതിരുന്നവളുടെ കണ്ണുകൾ പിടഞ്ഞു പിടഞ്ഞ് തനിക്ക് നേരെ വരുന്നത് അവൻ കൗതുകത്തോടെ നോക്കിപ്പോയി. മൃദുവിന് സൂരജും ശീതളും കൂടിയുള്ള അടുപ്പം കാണുമ്പോൾ പേരറിയാത്തൊരു നോവ് മനസ്സിൽ ഉരുണ്ടുകൂടി വരുന്നുണ്ടായിരുന്നു. ശീതളിൻ്റെ കണ്ണുകളിൽ സൂരജിനെ നോക്കുമ്പോൾ വിരിയുന്ന ആ ഭാവം, അവളുടെ മുഖത്ത് വിരിയുന്ന ചിരി, അതെല്ലാം മൃദുവിൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? താൻ മാത്രമാണല്ലോ അങ്ങേരെ സ്നേഹിച്ചത്. തന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടു പോലുമില്ലല്ലോ ഇതുവരെ. മൃദു ഉള്ളിൽ പരിഭവത്തോടെ വെറുപെടുത്തുകൊണ്ടിരുന്നു. തൻ്റെ പ്രണയം പറഞ്ഞ് ഇനിയും സൂരജിൻ്റെ പിന്നാലെ പോയാൽ സൂരജ് ഇനിയും തൻ്റെ ആത്മാഭിമാനത്തെ കുത്തി നോവിക്കും. ഇനിയും അത് സഹിക്കാൻ മൃദുവിനാവില്ല. തൻ്റേതാണെങ്കിൽ തനിക്കരികിലേക്ക് തന്നെ സൂരജ് വരുമായിരിക്കും. അല്ലെങ്കിൽ ഇതൊരൊറ്റയടിപ്പാതയായി ഞാനങ്ങ് കണക്കാക്കും. തനിക്ക് മാത്രം നടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരൊറ്റയടിപ്പാത. തിരികെ സൂരജിന് തന്നിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത ഒരൊറ്റയടിപ്പാത. മൃദു ഉള്ളിലിട്ട് ഓരോന്ന് കൂട്ടിയും കിഴിച്ചും കൊണ്ടിരുന്നു. ശീതൾ തനിക്കൊപ്പം ഇരിക്കുമ്പോൾ ഉള്ള മൃദുവിൻ്റെ ഓരോ ഭാവവ്യത്യാസങ്ങളും സൂരജിൻ്റെ കണ്ണുകളും അന്നേരം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. എന്തോ അന്നേരം മൃദുവിൽ വിരിയുന്ന പരിഭവഭാവം കാണാൻ സൂരജിനും നല്ല ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. തനിക്ക് ഇതെന്തു പറ്റിയെന്ന് അവൻ ഒരു 100 വട്ടം ചിന്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ പോകുന്നു എന്തോ പറഞ്ഞ് അടക്കി ചിരിച്ചു കൊണ്ടിരുന്ന ശീതളും സൂരജും പതിയെ മുഖമുയർത്തി മൃദുവിനെ നോക്കി. അവൾ അന്നേരം ബാഗെല്ലാം എടുത്തിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. സമയമായില്ലല്ലോ, 1 മണിക്കൂർ കൂടി ഉണ്ടല്ലോ, സൂരജ് അവളുടെ അടുത്ത് ചോദിച്ചു. എനിക്ക് നല്ല തലവേദന, ഞാൻ നാളെ വരാം, മൃദു വേഗത്തിൽ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. സൂരജിൻ്റെ മുഖത്ത് അത് കാണെ ഒരു കുസൃതിച്ചിരി മിന്നി. അന്ന് ആ 1 മണിക്കൂർ സൂരജിന് ഒട്ടും നീങ്ങാത്ത പോലെ തോന്നി. 1 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു അവൾക്ക് എന്ന് അവനുള്ളിൽ പരിഭവം പറഞ്ഞു. പിറ്റേന്ന് മൃദുലയെ എന്നും വരാറുള്ള നേരത്ത് കാണാതെ ആയപ്പോൾ അവനിലെ പരിഭവം ഇരട്ടിച്ചു. ഒടുവിൽ വാല് മുറിയുമെന്നറിഞ്ഞിട്ടും മൃദുല എന്താ വരാത്തതെന്ന് അഞ്ജുവിനോട് പോയി ചോദിച്ചു. അന്നേരമാണ് അവൾ അന്ന് സ്കൂളിലും വന്നിട്ടില്ല എന്നവൻ അറിയുന്നത്. മൃദുവിനെ കാണാഞ്ഞിട്ട് ഏട്ടന് നല്ല വിഷമമുണ്ടല്ലോ എന്ന് കളി പറഞ്ഞ അഞ്ജുവിൻ്റെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തു സൂരജ്. പിന്നെയും ഒരു ദിവസം അവളെ പ്രതീക്ഷിച്ച് അന്നത്തെ ആ ദിവസം കൂടെ കാണാതായപ്പോൾ അവന് മുള്ളിൽ ചവിട്ടി നിൽക്കും പോലെ തോന്നി. ആൾക്ക് നല്ല പനിയാണെന്ന് അഞ്ജു വന്ന് പറയവേ എന്തോ ആ മുഖം കാണാനുള്ള കൊതി ഉള്ളിൽ കുമിഞ്ഞുകൂടി വന്നു. ദിവസം 3ഉം 4ഉം കഴിഞ്ഞു. സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിലും തൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും മൃദു വരുന്നില്ല എന്ന് കാണെ സൂരജിൻ്റെ ഉള്ളിലെ പരിഭവം ഇരട്ടിച്ചു. ഇനി മൃദു ട്യൂഷന് വരുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു എന്ന് അഞ്ജു വന്ന് പറഞ്ഞതോടെ സൂരജിൻ്റെ ഉള്ളിൽ ഒരു ഭാരം വന്ന് നിറഞ്ഞു. ഒരു കുഞ്ഞു വിരഹം പോലും അവൻ്റെ പ്രസരിപ്പ് പറ്റിച്ചു കളഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ഞായറാഴ്ച അഞ്ജുവിനെയും ശീതളിനെയും കൊണ്ട് അമ്പലത്തിൽ പോയി തിരികെ വരുമ്പോഴാണ് നിഴൽ പോലെ ആ രൂപം തങ്ങൾക്കരികിലേക്ക് വരുന്നത് സൂരജ് കണ്ടത്. ഒരാഴ്ച കൊണ്ട് ഒരാൾ ഇങ്ങനെ ക്ഷീണിക്കുമോ? സൂരജ് അതിശയിച്ചു പോയി. അഞ്ജുവിനെ കണ്ടപ്പോൾ ചിരിയോടെ നിന്നിരുന്ന ആ മുഖം തന്നെയും ശീതളിനെയും ഒപ്പം കണ്ടപ്പോൾ മങ്ങുന്നത് സൂരജ് ശ്രദ്ധിച്ചു. മൂവരും അടുത്ത് നിന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു നിമിഷം പോലും മൃദുവിൻ്റെ നോട്ടം തനിക്ക് നേരെ വരുന്നില്ല എന്ന് കാണെ സൂരജിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പേ വരെ തന്നോടൊപ്പം മണിക്കൂറുകൾ ചിലവഴിച്ചിരുന്നവൾക്ക് ഇപ്പോൾ തൻ്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും വയ്യ. മൂവരും യാത്ര പറഞ്ഞു പോവാൻ ഒരുങ്ങി. ഒന്നവിടെ നിന്ന് തന്നെ മറികടന്ന് വേഗത്തിൽ പോവാൻ ഒരുങ്ങിയ മൃദുവിനെ നോക്കി സൂരജ് പറഞ്ഞു. മൃദുവിൻ്റെ കാലുകൾ വിലങ്ങിട്ട പോലെ നിന്നുപോയി. നിങ്ങൾ ചെല്ല്, ഞാൻ ഇപ്പോൾ വരാം, അവൻ ശീതളിനോടും മഞ്ജുവിനോടും പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. തൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് സൂരജ് ആ നിൽപ്പ് നിന്നു. അവൻ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് മൃദുവിന് അകക്കണ്ണിൽ കാണാനുണ്ടായിരുന്നു.
പിടഞ്ഞു പിടഞ്ഞ് മൃദുവിൻ്റെ വിടർന്ന മിഴികൾ അവൻ്റെ മുഖത്ത് സ്ഥാനം പിടിച്ചു. ആ കണ്ണിൽ ഇതുവരെ കാണാത്ത ഒരു ഭാവം. സ്നേഹമാണോ, ദേഷ്യമാണോ, പരിഭവമാണോ, ഒന്നും അറിയുന്നില്ല. 4-5 ദിവസം എവിടെയായിരുന്നു? ചോദിച്ചത് സൂരജാണ്. പനിയായിരുന്നു. എന്നിട്ടിപ്പോൾ മാറിയോ? മാറി. അപ്പോൾ നാളെ മുതൽ ക്ലാസ്സിന് വരില്ലേ? അത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തുകൊണ്ട് വരുന്നില്ല? വരാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? സൂരജ് അവളെ ചുഴിഞ്ഞൊന്ന് നോക്കി. ഒന്നുമില്ല. താൻ എന്താ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? തന്നെ പഠിപ്പിക്കണമെന്ന് എൻ്റെ പെങ്ങൾ കട്ടായം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ഏറ്റത്. ഇനിയിപ്പോൾ താൻ വന്നേ പറ്റൂ. സൂരജ് തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു. അതുകൊണ്ടല്ല, പനി ശരിക്കും വിട്ടിട്ടില്ല. വായിൽ വന്നൊരു നുണ രക്ഷപ്പെടാൻ എന്നോണം മൃദു പറഞ്ഞു. സൂരജ് പൊടുന്നനെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. വലത്തെ കൈയിൻ്റെ പുറടി കൊണ്ട് അതവളുടെ നെറ്റിയിൽ കൈ ചേർത്തു. സന്ധ്യാസമയത്തെ ആ കുളിരിലും മൃദു ആ നിമിഷം വിയർത്തുപോയി. എവിടെ താൻ പറഞ്ഞ പനി? പച്ചവെള്ളം പോലെ ഇരിക്കുന്നുണ്ടല്ലോ. സൂരജ് ചോദിച്ചുകൊണ്ട് നോക്കിയത് അവളുടെ വിടർന്ന കണ്ണുകളിലേക്കാണ്. അന്നേരമാണ് താൻ ചെയ്യുന്നതിനെ പറ്റി അവനും ബോധം വന്നത്. സൂരജ് പരിഭ്രമത്തോടെ കൈ പിൻവലിച്ചു. ഇരുവർക്കും പരസ്പരം നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. നാളെ വന്നേക്കണം. വരുമോ എന്നല്ല, വന്നേക്കണം. സൂരജ് മൃദുവിൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെ കാണാതിരിക്കാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ലടോ എന്ന് അവളിൽ നിന്ന് നടന്നകലുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് ട്യൂഷന് ചെല്ലുമ്പോൾ മൃദുവിൽ വല്ലാത്തൊരു പരിഭ്രമമുണ്ടായിരുന്നു. ശീതളിനോട് എന്തോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ സൂരജ് കണ്ടത് മൃദുവിനെ ആയിരുന്നു. സൂരജിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവൻ്റെ ചുണ്ടോളം ഒരു ചിരി വന്നു നിന്നു. പഠിക്കാനിരിക്കുമ്പോഴും മറ്റുള്ളവർ സംസാരിക്കുമ്പോഴുമെല്ലാം മൃദുവും തല താഴ്ത്തി ആ ഒറ്റ ഇരിപ്പ് തന്നെയായിരുന്നു. പഠിപ്പിക്കുന്നത് അത്രയും അവൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും അവളുടെ മുഖത്ത് ഒരു കല്ലിച്ച ഭാവമായിരുന്നു. ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ആരോ പിടിച്ചിരുത്തിയ പോലെ. അത് കാണവേ സൂരജിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ അരികിൽ വന്നിരുന്നപ്പോൾ തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. നിനക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ലേ? അപ്രതീക്ഷിതമായി സൂരജിൻ്റെ ചോദ്യം കേൾക്കവെയാണ് മൃദുല മുഖമുയർത്തി അവനെ നോക്കിയത്. എന്താ? അവൾ ചോദ്യം മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. അല്ല, തൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഒട്ടും ഇഷ്ടമില്ലാത്ത ഇവിടെ ഇരിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇത്രയും അനിഷ്ടമുള്ളിടത്ത് ഇവിടെ വരണമെന്നില്ല. സൂരജ് ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. അതിന് ഞാനെല്ലാം കൃത്യം ചെയ്യുന്നുണ്ടല്ലോ. പഠിപ്പിച്ചു തരുന്നതും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. മൃദു നിഷ്കളങ്കമായി ചോദിച്ചു. താൻ പറഞ്ഞുപോയ അബദ്ധത്തെക്കുറിച്ച് അപ്പോഴാണ് സൂരജ് ശ്രദ്ധിക്കുന്നത്. മൃദുല പറഞ്ഞ പോലെ അവൾ പഠിപ്പിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും അവൾ മിടുക്കിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് താൻ അവളോട് ദേഷ്യപ്പെടുന്നത്? അവൻ സ്വയം ചോദിച്ചു. പക്ഷേ തൻ്റെ ദേഷ്യത്തിന് കാരണം ഇതൊന്നുമല്ല. കണ്ടു തുടങ്ങിയ അന്നു മുതൽ അവളുടെ കണ്ണിൽ കാണുന്ന ഒരു സ്നേഹമുണ്ട്. അത് ദിവസം കഴിയുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു തോന്നൽ. അത് സൂരജിന് താങ്ങാൻ കഴിയുന്നില്ല. ആലോചിക്കും തോറും എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. തൻ്റെ മനസ്സ് തന്നെ കബളിപ്പിച്ചുകൊണ്ട് ദിവസവും അവളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സൂരജിന് മനസ്സിലായി. ഒന്നും മിണ്ടാതെ പൊടുന്നനെ ആ മുറിവിട്ട് ഇറങ്ങി പോകുന്നവനെ കാണാൻ മൃദുല അവനെ തന്നെ നോക്കിയിരുന്നു പോയി. പുറത്തേക്കിറങ്ങിയ സൂരജ് നെഞ്ചിൽ കൈവച്ച് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. രക്ഷപ്പെട്ടു എന്നൊരർത്ഥത്തിൽ. അവൻ പതിയെ ആ വാതിൽ മറവിൽ നിന്ന് മൃദുവിനെ ഒന്ന് എത്തി നോക്കി. സൗമ്യതയുള്ള മുഖവും അരയ്ക്ക് കീഴ്പോട്ട് വളർന്ന നീളം മുടിയും പാലിൻ്റെ നിറവുമുള്ളൊരുത്തി. ഒന്ന് വെട്ടിത്തിരിഞ്ഞ് അവൻ മുന്നിലുള്ള കണ്ണാടിയിൽ തൻ്റെ രൂപം ഒന്ന് നോക്കി. മഴയും വെയിലും കൊണ്ട് രാപ്പകലുള്ള അധ്വാനം കാരണവും തൻ്റെ കോലം കെട്ടുപോയി എന്നവൻ അവന് തോന്നി. ഇരുനിറമുള്ള താൻ ഒന്നുകൂടി ഇരുണ്ട പോലെ. എങ്ങനെ നോക്കിയാലും മൃദുലയെ പോലുള്ള ഒരു പെൺകുട്ടിക്ക് തന്നോട് ഇങ്ങോട്ട് ഇഷ്ടം തോന്നാൻ മാത്രമുള്ള ഒരു സവിശേഷതയും തന്നിലില്ല എന്ന് സൂരജിന് തോന്നി. ആ അപകർഷതാബോധം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം അവൾ വന്ന് പറഞ്ഞ ഇഷ്ടം അവൻ വേണ്ടെന്ന് വെച്ചതും. പിന്നീട് തോന്നി കാശുകാരി പെണ്ണിൻ്റെ ഒരു ഭ്രമം മാത്രമാണ് തന്നോടുള്ള ഇഷ്ടമെന്ന്. പക്ഷെ ഇപ്പോൾ ദിവസം കഴിയുന്തോറും അവളുടെ കണ്ണിൽ കാണുന്ന ആത്മാർത്ഥത, അവളുടെ പ്രണയം വെറുമൊരു നേരമ്പോക്കല്ലായിരുന്നു എന്ന് സൂരജിന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. സൂരജ് വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലായി. ഇന്ന് നേരം അല്പം ഇരുട്ടിയല്ലോ സൂരജ്? പത്മ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. 1-2 ചാപ്റ്റേഴ്സ് കൂടെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നു അമ്മ. അത് പറഞ്ഞു തീർന്നപ്പോൾ നേരം പോയത് ഞാനോ ഇവളോ അറിഞ്ഞില്ല. സൂരജും പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയിപ്പം മൃദുലമോള് തനിച്ചു പോകണ്ട, ഇവൻ കൊണ്ട് ചെന്നാക്കും. പത്മ മൃദുലയോട് പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. മൃദുല പരിഭ്രമത്തോടെ സൂരജിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ വേണ്ടാത്തെ? ഏട്ടൻ കൂടെ വരും. അതിനിപ്പോൾ എന്താ? അഞ്ജുവും പത്മക്കും ഒപ്പം കൂടി. അല്ല, അതിന് മാത്രം ഇരുട്ടിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്നും പോകുന്ന വഴിയല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ തനിച്ചു പോയിക്കോളാം. മൃദു ഒന്നുകൂടെ പറഞ്ഞു നോക്കി. താൻ ഇറങ്ങി, ഞാനും വരാം ഒപ്പം. ഇനി അതും പറഞ്ഞ് ആരും തർക്കിക്കാൻ നിൽക്കണ്ട.
സൂരജ് അത്രയും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. അവന് തൊട്ടരികിൽ നിൽക്കുന്ന ശീതളിൻ്റെ മുഖം ഞൊടിയിടയിൽ മാറുന്നത് മൃദു ശ്രദ്ധിച്ചു. ഇങ്ങുവാ, സ്വപ്നം കണ്ടു നിൽക്കാതെ. സൂരജിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ മൃദു യാന്ത്രികമായി ആ മുറ്റത്തേക്ക് ഇറങ്ങി. തൻ്റെ ബൈക്കിലേക്ക് കയറുന്ന സൂരജിനെ മൃദു കണ്ണും മിഴിച്ചു നോക്കി നിന്നു. സ്വപ്നം കണ്ടു നിൽക്കാതെ കയറ്. സൂരജ് വലിയ താല്പര്യമില്ലാത്ത പോലെ അവളോട് പറഞ്ഞു. അല്ല, ഇതിലാണോ പോകുന്നത്? പിന്നെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ ഇത്രയും ദൂരം തിരിച്ച് നടക്കണോ? അതും ഈ രാത്രിയിൽ? അധികമൊന്നുമില്ലല്ലോ, ഞാൻ തനിയെ പോയിക്കോളാം. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല. താൻ പോയി കഴിഞ്ഞാൽ അമ്മയും അഞ്ജുവും തൻ്റെ കൂടെ വരാത്തതിന് എൻ്റെ ചെവി തിന്നുകൊണ്ടിരിക്കും. മൃദു ഒരു നിമിഷം മൗനമായി. ഇയാൾ വരുന്നുണ്ടെങ്കിൽ വാ, വല്ലാത്ത ശല്യമായല്ലോ ഇത്. സൂരജിൻ്റെ മുഖം മാറുന്നത് കണ്ടതോടെ മൃദു മടിച്ച് അവനരികിലേക്ക് ചെന്നു. നിന്ന് കഥകളി കളിക്കാതെ കയറടോ. സൂരജിൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നു. മൃദു തിടുക്കത്തിൽ ബൈക്കിലേക്ക് കയറിയതും സൂരജിൻ്റെ ബാലൻസ് ഒന്ന് പോയി വണ്ടി ഒന്ന് ചെരിഞ്ഞു. വീഴാനാഞ്ഞ നേരം മൃദു അവൻ്റെ തോളിലൂടെ പിടിച്ച് ഒന്നുകൂടെ നേരെയിരുന്നു. വെപ്രാളം കാണിച്ച് നീ ആളെ കൊല്ലുവോ കൊച്ചേ? സൂരജ് കണ്ണു ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. മിററിലൂടെ വീർത്തു വരുന്ന അവളുടെ മുഖം കാണെ സൂരജിന് കൗതുകം തോന്നി. ഇനിയിപ്പോൾ ഇങ്ങനെ പിടിച്ചിരുന്നോ, തെന്നി വീഴണ്ട. തൻ്റെ തോളിൽ നിന്നും അയഞ്ഞു തുടങ്ങിയ കൈ നോക്കിക്കൊണ്ട് സൂരജ് പറഞ്ഞു. മൃദു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്നു. നല്ല ചേർച്ചയുണ്ടല്ലേ അമ്മ രണ്ടാളും? കണ്ണിൽ നിന്നും അകലുന്ന ബൈക്കും നോക്കിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. പത്മ അത് ശരിവെക്കും പോലെ തലയാട്ടി. ഓ, എനിക്കത്ര ജോഡിയായി ഒന്നും തോന്നിയില്ല. ശീതൾ എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞു. അത് നിന്റെ കണ്ണിലേ തടിയെടുത്ത് കളയാതെ നോക്കിയിട്ടാ. അഞ്ജു ചുണ്ടൊന്നു കൂട്ടി. അതോടെ ശീതൾ ഒന്നും മിണ്ടാതെ നിന്നു. ഇടവഴിയിലൂടെ അവർക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ സൂരജിൻ്റെ ഹൃദയം അകാരണമായി മിടിക്കുന്നുണ്ടായിരുന്നു. പിന്നിലിരിക്കുന്നവളിലുമുണ്ട് ചെറുതല്ലാത്തൊരു വിറയൽ. വിറച്ച് താഴെ ചാടിക്കല്ലേ. എനിക്ക് ആ മസിലും പിടിപ്പിച്ച് നടക്കുന്ന നിന്റെ മുറച്ചെറുക്കനോട് മറുപടി പറയാൻ വയ്യ. സൂരജ് അവളെ വെറുതെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. പറ്റില്ലെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ? മൃദു ദേഷ്യത്തോടെ ചോദിച്ചു. താൻ രുദ്രനെ പറ്റി പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സൂരജിന് മനസ്സിലായി. ഓ, അപ്പോൾ വായക്കകത്ത് നാവുണ്ട്. അത് അവിടെ തന്നെ ഇല്ലെന്നൊന്ന് ടെസ്റ്റ് ചെയ്തതാ. സൂരജ് അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മൃദു ഒരക്ഷരം പിന്നെ മിണ്ടിയില്ല. അടുത്ത ഇടവഴി തിരിഞ്ഞതോടെയാണ് എതിരെ വരുന്ന വണ്ടി സൂരജ് ശ്രദ്ധിക്കുന്നത്. അത് ഓടിക്കുന്ന ആളെ കണ്ടപ്പോൾ സൂരജ് വണ്ടി ഒന്ന് പതുക്കെയാക്കി. രുദ്രനും പെട്ടെന്ന് എതിരെ വരുന്നത് മൃദുവും സൂരജുമാണെന്ന് മനസ്സിലായി. അവൻ വണ്ടി ഒന്ന് ഒതുക്കി. അതോടെ സൂരജും വണ്ടി നിർത്തിക്കൊണ്ട് മൃദുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. രുദ്രൻ്റെ മുഖത്തേക്ക് തങ്ങളെ ഇരുവരും കണ്ടപ്പോൾ രക്തം ഇരച്ചു വരുന്നതും അത് അവൻ പാടുപെട്ട് അടക്കുന്നതും മൃദു ശ്രദ്ധിച്ചു. ട്യൂഷൻ കഴിഞ്ഞപ്പോൾ ഇരുട്ടി. ഇയാളെ ഒറ്റക്ക് വിടാൻ ഒരു പേടി. അതാ ഞാൻ കൂടെ വന്നത്. സൂരജ് വലിയൊരു താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. ആ, അമ്മായി പറഞ്ഞു ഇവളെത്തിയിട്ടില്ലെന്ന്. ഞാനും ഇവളെ കൂട്ടാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും ഇനി മാഷി വിട്ടോ, അവൾ എൻ്റെ കൂടെ പോന്നോളും. പറയുമ്പോൾ അത്രയും രുദ്രൻ്റെ കണ്ണ് മൃദുവിലായിരുന്നു. തൻ്റെ തോളിലിരുന്ന മൃദുവിൻ്റെ കൈ അയഞ്ഞു തുടങ്ങിയത് സൂരജ് അറിയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ വന്നില്ലേ, ഞാൻ തന്നെ വീട് വരെ കൊണ്ടാക്കിക്കോളാം. സൂരജ് പറഞ്ഞു തീരുന്നതിന് മുന്നേ മൃദു വേഗത്തിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി രുദ്രന് പിറകിൽ കയറിയിരുന്നു. രുദ്രൻ പുച്ഛത്തോടെ സൂരജിനെ ഒന്ന് നോക്കി. സൂരജിന് മുഖത്തടി കൊണ്ട പോലെ തോന്നി. എന്നാ മാഷി വിട്ടോ, ഞങ്ങളങ്ങ് പോയേക്കുവാണേ. രുദ്രൻ വണ്ടി തിരിച്ചു. തന്നെ ഒന്ന് മുഖം ഉയർത്തി നോക്കുക കൂടെ ചെയ്യാതെ പോവുകയാണെന്ന് ഒരു വാക്കുപോലും പറയാതെ രുദ്രന് പിറകിൽ ചലനമറ്റിയിരിക്കുന്നവളെ കാണെ സൂരജിന് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. രുദ്രനും മൃദുവും ഏറെ ദൂരം പോയിട്ടും സൂരജ് ബൈക്കുമായി ആ ഇടവഴിയിൽ ഏറെ നേരെ ഇരുന്നു. പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിച്ചിങ്ങ് വരണം. എനിക്കിതൊന്നും ഒട്ടും താല്പര്യമില്ല. നിന്റെ വാശി കൊണ്ട് സമ്മതിച്ചു എന്ന അമ്മാവൻ പറഞ്ഞത്. കെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരുന്നോളണം. പിന്നെ കെട്ടിയൊരുങ്ങി പഠിക്കാൻ, ജോലിക്ക് പോവാൻ എന്നൊന്നും പറഞ്ഞ് പുറത്ത് ചാടാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. രുദ്രൻ വീടെത്തും വരെ മൃദുവിനോട് തട്ടിക്കയറിക്കൊണ്ടിരുന്നു. പിന്നെ നീ ഇതെന്ത് കണ്ടിട്ട് അവൻ്റെ ഒപ്പം നടക്കുന്നത്? അവരൊക്കെ നമ്മളെക്കാൾ ഒരുപാട് താഴ്ന്ന ജാതിയാ. പണ്ടൊക്കെ ആ ജാതിക്കാരെ തൊട്ടാ കുളിക്കണം എന്നൊക്കെ അച്ഛൻ പറയുമായിരുന്നു. അവർ മനുഷ്യന്മാരല്ലേ രുദ്രേട്ട? മുറിഞ്ഞ നമുക്കും അവർക്കും ചോര തന്നെയല്ലേ വരുന്നത്? മൃദുവിൻ്റെ ഉള്ളിൽ നിന്നും അവൾ പോലും അറിയാതെ ആ ചോദ്യം പുറത്തു ചാടി. രുദ്രൻ അതിശയത്തോടെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരക്ഷരം എതിർത്ത് പറയാതെ എല്ലാം മൂളി കേൾക്കുന്നവളുടെ അടുത്ത് നിന്ന് അങ്ങനൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പുസ്തകം പഠിപ്പിക്കുന്നത് കൂടാതെ ഇതും അവൻ പറഞ്ഞു പഠിപ്പിച്ചു തരുന്നുണ്ടോ? രുദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു. ആരും പഠിപ്പിച്ചതൊന്നുമല്ല, എനിക്ക് സ്വയം തോന്നിയതാ. അങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ട എങ്കിൽ ഉത്തരം നിനക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല.
രുദ്രൻ്റെ സ്വരം മാറി. ഇരുവരും പിന്നെ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. വീടെത്തും വരെ പിന്നെ മൗനമായിരുന്നു. ഈയിടെയായി എപ്പോഴെങ്കിലും തന്നെ നോക്കിയൊന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ദേഷ്യമില്ലാതെ ഒന്ന് നോക്കുകയോ ചെയ്തിരുന്നു. അതും മതിയായിരുന്നു അന്നത്തെ ദിവസം മൃദുവിന് സന്തോഷിക്കാൻ. പക്ഷേ ഇന്നലത്തെ രാത്രിയിലെ സംഭവത്തിന് ശേഷം സൂരജ് തന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടക്കേട് പതിയെ കുറഞ്ഞു വരുന്ന പോലെ മൃദുവിന് തോന്നിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രുദ്രേട്ടൻ്റെ കൂടെ പോയതിനു ശേഷം സൂരജിന് തന്നെ കാണുന്നത് പോലും വെറുപ്പുള്ളതുപോലെ. അതിനുമപ്പുറം സൂരജ് ഏട്ടനെ തന്നെ സദാ ചുറ്റിപ്പറ്റി നടക്കുന്ന ശീതളിനോട് സൂരജ് കാണിക്കുന്ന പ്രത്യേക താല്പര്യവും ഇഷ്ടവുമെല്ലാം മൃദുവിൻ്റെ സമാധാനത്തെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. ഏറെ നേരത്തിന് ശേഷം താനും സൂരജും മാത്രമായ ഒരു നിമിഷം മൃദു മെല്ലെ മുരടൻ അനക്കി. തന്നെ നോക്കുന്നില്ലെങ്കിലും സൂരജ് അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നിശ്ചലമായതോടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മൃദുവിന് മനസ്സിലായി. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അറിയില്ല. മുഖം കാണുമ്പോൾ എന്നോട് ദേഷ്യമുള്ള പോലെ തോന്നി. അപ്പോൾ ഇത്രയും കാലം പിന്നെ എൻ്റെ മുഖം കാണുമ്പോൾ തനിക്ക് തന്നോട് ഇഷ്ടമുള്ള പോലെയാണോ തോന്നിയിരുന്നത്? സൂരജ് പരിഹാസത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല, എന്നാലും സൂരജ് നെറ്റി ചൊളിച്ചു. ഇഷ്ടക്കേടില്ലാത്ത പോലെ തോന്നിയിരുന്നു. സൂരജ് വെറുതെ ഒന്ന് മൂളി. ഇപ്പോൾ എന്തിനാ ദേഷ്യം? മൃദു പിന്നെയും എടുത്തു ചോദിച്ചു. എനിക്ക് തന്നോട് പ്രത്യേകിച്ച് ഒരു താല്പര്യക്കേടുമില്ല. പക്ഷേ ഇന്നലത്തെ രാത്രി താൻ ചെയ്തത് വളരെ മോശമായി പോയി. തൻ്റെ മുറച്ചെറുക്കന് പിന്നാലെ പോകുമ്പോൾ അതുവരെ കൊണ്ടുപോയി ആക്കി തന്നതിൽ നന്ദിയൊന്നും പറയണ്ട. പകരം പോവുകയാണെന്നോ അല്ലെങ്കിൽ ഒരു നോട്ടമോ എന്തെങ്കിലും ആവാമായിരുന്നു. ഇതൊക്കെ ഒരു മര്യാദയാണ്. അയ്യോ, അതാണോ? അത് ഞാൻ പെട്ടെന്ന് രുദ്രനേട്ടനെ കണ്ട വെപ്രാളമോ അതോ കാമുകനെ കണ്ടപ്പോൾ ഉണ്ടായ ആകാംക്ഷ കൊണ്ടോ? ചോദിക്കുമ്പോൾ സൂരജിൻ്റെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. മൃദുവിൻ്റെ മുഖം തൻ്റെ തുറന്നു പറച്ചിലിൽ വാടിയത് സൂരജ് അറിയുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ്റെ പരിഭവം തീർന്നിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു മാന്യതയാണ്. അതൊക്കെ ജീനിലുണ്ടാവണം. അല്ലാതെ അടിച്ചു പഴിപ്പിച്ച് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. മൃദു ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഏടുകൾ അവളുടെ കണ്ണുനീരിനെ ഒപ്പിയെടുത്തു തുടങ്ങിയിരുന്നു. അന്നത്തെ പിണക്കം മാറി വരാൻ സൂരജിന് 1-2 ദിവസം പിന്നെയും എടുത്തു. അപ്പോഴേക്കും കരക്കടുപ്പിച്ച വഞ്ചി പിന്നെയും നീങ്ങി തുടങ്ങിയിരുന്നു. മൃദു വരുന്നു, പഠിക്കുന്നു, പോകുന്നു. അങ്ങനെയായിരുന്നു. അല്ലാതെ സൂരജുമായി വലിയൊരു സംസാരത്തിനോ അടുപ്പത്തിനോ ഒന്നും അവളും തയ്യാറായില്ല. തൻ്റെ ദേഷ്യം വരുമ്പോൾ താൻ വാക്കുകൾ കൊണ്ട് അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് അവനും തോന്നാതിരുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ അവളോട് മാപ്പ് പറയാനോ കൂടുതൽ അടുപ്പം കാണിക്കാനോ സൂരജ് തയ്യാറായില്ല. അതിൽ നിന്നുമെല്ലാം തന്നെ എന്തോ പുറകോട്ട് വലിക്കുന്നുണ്ട്. അല്ലാതെ അവളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. സൂരജ് ഏട്ടാ, ദേ പുറത്താരാ വന്നേക്കുന്നതെന്ന് നോക്കിക്കേ. അഞ്ജു ഓടിക്കിതച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. മൃദുവും സൂരജും ഒരുപോലെ അഞ്ജുവിനെ നോക്കി. സൂരജ് സംശയത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ പാടെ മുറിക്ക് പുറത്തു നിന്നും കാറ്റുപോലെ ഒരുത്തൻ സൂരജിൻ്റെ മേലേക്ക് വന്ന് വീണു കഴിഞ്ഞിരുന്നു. സൂരജ് പൊടുന്നനെ ഒന്ന് പിറകോട്ട് അഞ്ഞുപോയി. ശിവ! സൂരജ് അവനെ തിരികെ പുണർന്നുകൊണ്ട് ചിരിയോടെ വിളിച്ചു. നീ എവിടെ ആയിരുന്നടാ ഇത്ര ദിവസം? 2 ദിവസം കൊണ്ട് എത്തിയേക്കാം എന്ന് പറഞ്ഞല്ലേ നീ ശീതളിനെ ഇങ്ങോട്ട് പാക്ക് ചെയ്ത് വിട്ടത്? സോറിടാ, കുറച്ച് തിരക്കിപ്പെട്ടു. ഇനി കുറച്ച് ദിവസം നിന്നിട്ടേ പോവൂ. അപ്പോഴേക്കും നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ വേണ്ടേ? സൂരജ് അവൻ്റെ വയറിലേക്ക് ഒന്ന് കുത്തി. കുടവയറുമായി നടന്ന് നിനക്ക് 6 പാക്കാ? സൂരജ് ശിവയുടെ വയറൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ പെൺപിള്ളേർക്കിടയിലൊക്കെ ഇപ്പോൾ വില വേണമെങ്കിൽ 6 പാക്കും കറണ്ടടിച്ച പോലെയുള്ള മുടിയൊക്കെ വേണം. ശിവ ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് മുടിയൊക്കെ സാധാരണ പോലെയാണല്ലോ. അഞ്ജു ശിവയെ നോക്കിക്കൊണ്ട് കളിയോടെ പറഞ്ഞു. ആ, അടുത്ത ആഴ്ച കൊണ്ടുപോയി കറണ്ടടിപ്പിക്കണം. ശിവ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു തിരിഞ്ഞത് മൃദുവിൻ്റെ മുഖത്തേക്കായിരുന്നു. ശിവയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു വന്നു. ആരാ ഇത്? യുദ്ധഭൂമിയിൽ ഒരു ഭടൻ? ശിവ മൃദുവിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. ചെറിയ പരിഭ്രമത്തോടെ നിന്നിരുന്നവളുടെ മുഖത്ത് തൻ്റെ നോട്ടത്തിൽ പരിഭ്രമം ഇരട്ടിയായ പോലെ തോന്നി ശിവക്ക്. തനിക്കിട്ട് വട്ടുകളിപ്പിക്കാൻ പറ്റിയ ഒരാളെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ശിവ ഗൂഢമായി ഒന്ന് ചിരിച്ചു. ഇത് വന്ന് എൻ നൻപി, ഇപ്പോൾ വന്ന് സൂര്യചേട്ടൻ്റെ സ്റ്റുഡൻറ്റ് അഞ്ജു. മൃദുവിൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് ശിവക്ക് അവളെ പരിചയപ്പെടുത്തി. ഓഹോ, അപ്പോൾ ഇതാണ് ശീതൾ പറഞ്ഞ സുന്ദരി കോത. ശിവയുടെ ആ വെളിപ്പെടുത്തലിൽ ശീതൾ ഒന്ന് വിയർത്തു. മൃദു കണ്ണൊന്ന് ചുരുക്കി ഇരുവരെയും മാറി മാറി നോക്കി. അവളേക്കാൾ ഭംഗിയുള്ള ആരെങ്കിലും കണ്ട അവൾക്കൊരു ഇത്തിരി കുശുമ്പിൻ്റെ കുത്തലുണ്ടേ, അതാ. ശിവ കൈമലർത്തി. ശീതൾ പല്ലിഞ്ഞിരിച്ച് ശിവൻ്റെ വലത് കാലിൽ തന്നെ ആഞ്ഞു ചവിട്ടി. അമ്മേ! വന്നു കയറില്ല, അപ്പോൾ തന്നെ തുടങ്ങി 2 ഇനിയിപ്പോൾ നിങ്ങളുടെ തല്ല് തീർക്കാനേ ഞങ്ങൾക്ക് നേരം കാണൂ. അഞ്ജു രൂക്ഷമായി ഇരുവരെയും നോക്കി. എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ സുന്ദരിയാണ് കേട്ടോ. ശിവ പിന്നെയും ചിരി കടിച്ചമർത്തി മൃദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മൃദുവിന് അവിടെ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നി അന്നേരം.
മൃദുലയെങ്കിൽ പൊയ്ക്കോ, സമയമായില്ലേ, ഇനി ഇരുട്ടാൻ നിൽക്കണ്ട. സൂരജ് പറഞ്ഞതോടെ മൃദു ബുക്കും ബാഗും വാരിപ്പെറുക്കി വേഗത്തിൽ പുറത്തേക്ക് കടന്നു. ഒന്നാമതെ അളവിൽ കൂടുതൽ സംസാരിക്കുന്നവർക്കിടയിൽ നിൽക്കുമ്പോൾ അവൾക്കൊരു കുറച്ചിലാണ്. അവർ എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചെന്ത് മറുപടി പറയും എന്നുപോലും അറിവുണ്ടാവില്ല. അതിൻ്റെ കൂടെ വല്ലാത്ത വെപ്രാളവും. മൃദു മനസ്സിൽ ചിന്തിച്ചു. മൃദുല പോയ വഴിയെ നോക്കി നിൽക്കുന്ന സൂരജിൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് ശിവ അവനോട് ചേർന്ന് നിന്നു. അതെന്താ നിനക്ക് അവളെ പറഞ്ഞു വിടാഞ്ഞിട്ട് ഇത്ര തിടുക്കം? ഞാൻ ഒന്ന് പരിചയപ്പെട്ട് വരുവല്ലായിരുന്നോ? ശിവ അവനെ അടിമുടി ഒന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇരുട്ടിയ അതിനെയും കൊണ്ട് ഞാൻ തന്നെ പോകണം, അതാ പിന്നെ പെട്ടെന്ന് വിട്ടത്. സൂരജ് ശിവക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. അത് തന്നെ ആണോടേ? എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ. ശിവ സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി. ആ തോർത്ത് സോപ്പ് എടുത്തിങ്ങ് വാ, കുളത്തെ ഒന്ന് മുങ്ങി കുളിച്ചാൽ ആ നാറ്റങ്ങ് പോവും. സൂരജ് അവനെ നോക്കി കളിയോടെ പറഞ്ഞു. ഓ പിന്നെ കുളിക്കുന്നു, എൻ്റെ വട്ടി കുളിക്കും. ആദ്യം എന്തെങ്കിലും വെട്ടി ഒഴുങ്ങണം, ബാക്കിയൊക്കെ പിന്നെ. ശിവ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ഇങ്ങനെ ഒരുത്തൻ. സൂരജ് ചിരിയോടെ നെറ്റിയിൽ അടിച്ചു. ഏട്ടൻ മുറിയിലുണ്ട്, നീ ചെല്ല്, അമ്മ അട ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അതെടുത്തിട്ട് വരാം. അഞ്ജു മൃദുവിനോടായി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കടന്നു. സൂരജിൻ്റെ മുറിയുടെ വാതിൽക്കൽ മൃദു മടിച്ചു നിന്നു. പകുതി ചാരിയ വാതിലിലേക്കായിരുന്നു അന്നേരം അവളുടെ നോട്ടം. നീ ഇതുവരെ കയറില്ലേ? അഞ്ജു ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. വാതിൽ അടഞ്ഞു കിടക്കുകയല്ലേ, അതാ ഞാൻ. ചാടിയിട്ടല്ലേ ഉള്ളൂ. എടാ, മൃദു വന്നിട്ടുണ്ടേ, അവളെ അങ്ങോട്ട് വിളിച്ചേക്ക്. അത്രയും പറഞ്ഞ് അഞ്ജു തിരികെ നടന്നു. ഇങ്ങ് കയറിപ്പോരെ, അകത്തു നിന്നും സൂരജിൻ്റെ ശബ്ദം. മൃദു പതിയെ വാതിൽ തുറന്നതും സൂരജ് പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ആ ഒരു കൂട്ടിയിടിയിൽ സൂരജ് അല്പം പിന്നോട്ട് അഞ്ഞുപോയി. നേരെ നിൽക്കാൻ പിടിച്ചത് മൃദുവിൻ്റെ കൈത്തണ്ടയിലും. അതോടെ സൂരജിൻ്റെ മേലേക്ക് മൃദുവും ചെന്നു വീണു. സൂരജ് ഇറുകിയ ചിമ്മിയ കണ്ണുകൾ മെല്ലെ തുറന്നു. മൃദുവിൻ്റെ പിടഞ്ഞുയരുന്ന മിഴികളിൽ നോട്ടം കൊരിക്കവേ ഇതുവരെ അറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവനിൽ സമ്മിശ്രമായി ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഒപ്പം ശക്തിയോടെയുള്ള അവളുടെ ഹൃദയമിടിപ്പുകൾ അവനിൽ അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നു. ദേഹമൊട്ടാകെ വല്ലാതെ മിന്നൽ പിണർപ്പുകൾ. ശരീരം ഇതുവരെ അറിയാത്ത പുതുതലങ്ങൾ തേടി അലയുന്നു. മൃദുവേഗത്തിൽ പിടഞ്ഞെഴുന്നേറ്റു മാറി. കൂടെ സൂരജും. സോറി, ഞാൻ കണ്ടില്ല. മൃദുവേഗത്തിൽ ക്ഷമ ചോദിച്ചു. പക്ഷേ സൂരജ് അന്നേരവും വേറെ ഒരു ലോകത്തായിരുന്നു. തൊട്ടുമുന്നിൽ ഒരു ദീർഘനിശ്വാസത്തിനും അപ്പുറം കണ്ട അവളുടെ മുഖമായിരുന്നു അന്നേരവും അവൻ്റെ ഉള്ളിൽ. ഇതുവരെ അറിയാത്ത ഒന്ന് തന്നെ വലക്കുന്നുണ്ട്. ഓരോ നിമിഷവും മുന്നിൽ നിൽക്കുന്നവളെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഒരു ദിവസം അവൾ യാത്ര പറഞ്ഞു പോയാൽ പിറ്റേന്ന് അവളെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ദിനവും തുടങ്ങുന്നത് തന്നെ. ഇതാണോ പ്രണയം? പ്രണയമല്ല, അതിനുമപ്പുറം എന്തോ ഒന്ന്. മുന്നിൽ നിൽക്കുന്നവളോട് തോന്നുന്നത് അടക്കാനാവാത്ത സ്നേഹമാണ്. അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല. പക്ഷേ മുന്നോട്ട് ദിവസങ്ങൾ പൊഴിയും തോറും ഒന്ന് തനിക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. മൃദുലയില്ലാതെ ഇനി സൂരജിനെ കൊണ്ട് പറ്റില്ല എന്ന്. പാളി വീഴുന്ന തൻ്റെ നോട്ടങ്ങളെ അടക്കാൻ സൂരജ് പാടുപെട്ടുകൊണ്ടിരുന്നു. തൻ്റേതാണ് എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം മൃദുലയുടെ പ്രായം ഒരു വെല്ലുവിളിയാണ്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പക്വതയില്ലാത്ത മനസ്സിൽ നിന്ന് പൊട്ടിമുളച്ച ഒന്നാണ് തന്നോടുള്ള പ്രണയമെങ്കിൽ കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞാൽ അവൾക്ക് തന്നെ വേണ്ടെന്ന് തോന്നിയാൽ സൂരജിൻ്റെ ഹൃദയം രണ്ടു വഴി തിരിഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താ? തന്നെ ഇമജിമാതെ നോക്കിയിരിക്കുന്ന സൂരജിനെ കാണെ ഒരു പതർച്ചയോടെ മൃദു ചോദിച്ചു. സൂരജ് ഏറ്റവും മനോഹരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കണ്ണ് ചിമ്മി കാണിച്ചു. മൃദുവിൻ്റെ ഉള്ളിലെ പെണ്ണ് ആ നോട്ടത്തിൽ പൂത്തുലയുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് വെച്ച തൻ്റെ വലത് കൈയിലേക്ക് അടുത്തു വരുന്ന സൂരജിൻ്റെ വിരലുകളും അവൾ നോക്കാതെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ആദ്യത്തെ പതർച്ച പിന്നെ അവൾക്ക് പതിയെ സുഖമുള്ളൊരു നെഞ്ചിടിപ്പായി രൂപാന്തരപ്പെടുന്നുണ്ടായിരുന്നു. എനിക്ക് നോക്കാൻ തോന്നിയിട്ട്. സൂരജിൽ ഇതുവരെ കാണാത്ത ഒരു കുസൃതി മൃദു ആ വാക്കുകളിൽ വെട്ടി ഉയർത്തുപോയി. ആ, ശീതളിൻ്റെ സുന്ദരിക്കോതെത്തിയോ? ശിവയുടെ ശബ്ദം കേട്ടപ്പോഴാണ് മൃദുലയും സൂരജും ഒരുപോലെ പരസ്പരം കണ്ണെടുത്തത്. ഇന്നലെ ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. ശിവ ചിരിയോടെ ഒരു കസേര എടുത്തിട്ട് മൃദുവിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് തുടങ്ങി നീണ്ടുപോകുന്ന ശിവയുടെ ചോദ്യങ്ങൾക്കത്രയും മൃദു മുക്കിയും മൂളിയും ഉത്തരം പറയുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ ശിവയോടുള്ള മൃദുലയുടെ അപരിചിതത്വം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും സംസാരിച്ച ആളുകളെ വശത്താക്കാൻ ശിവ മിടുക്കനാണ്. ഒരുപാട് സംസാരിക്കുമെങ്കിലും അവൻ്റെ ഉള്ളു പൊള്ളയാണ്. എല്ലാവരോടും കടതീർന്ന സ്നേഹമാണ്. കാണുന്നവരും മിണ്ടുന്നവരുമെല്ലാം തൊട്ടടുത്ത നിമിഷം മുതൽ അവൻ്റെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിലും ശിവ മൃദുവിനോട് കാണിക്കുന്ന അടുപ്പക്കൂടുതൽ തന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്ന് സൂരജിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നീ ഇതിങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ എങ്ങനെയാ ശിവ? ആ കുട്ടിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. സൂരജ് പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു. ശിവ സംശയത്തിൻ്റെ മുനയോടെ സൂരജിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ സൂരജ് ഒന്ന് പതറിയതും എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതും പോലെ ശിവക്ക് തോന്നി. അതെന്താടാ അങ്ങനെ?
ഇന്നലെ സംസാരിക്കുമ്പോൾ അവൾക്ക് പോവാൻ നേരം വൈകുമെന്ന്. ഇപ്പോൾ പറയുന്നു അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. അതെന്താ ഞാൻ ഇവളോട് സംസാരിക്കുമ്പോൾ നിനക്ക് ഇത്ര വെപ്രാളം? ശിവ ശബ്ദമടക്കി സൂരജിനോട് ചോദിച്ചു. നീ ഒന്ന് പൊയ്ക്കേ ശിവ, പണം വാങ്ങി പഠിപ്പിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആത്മാർത്ഥത കാണിക്കണ്ടേ? സൂരജ് ചോദിച്ചു. നിനക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ശിവ കണ്ണൊന്ന് ചുരുക്കി സൂരജിനെ നോക്കി പറഞ്ഞു. സൂരജ് അന്നേരവും മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിലും ശിവക്കപ്പുറം ഇരിക്കുന്നവളിൽ തെളിഞ്ഞൊരു ചിരി ഉണ്ടായിരുന്നു അന്നേരം. പിന്നീടുള്ള ദിവസങ്ങളിൽ ശിവയും മൃദുവും വല്ലാതെ അടുത്തുപോയിരുന്നു. പൊതുവെ അഞ്ജുവിനോട് പോലും ഒരു പരിധി വിട്ട് സംസാരിക്കാത്തവൾ ശിവയോട് കാണിക്കുന്ന അടുപ്പം ഒരു അത്ഭുതമായിരുന്നു. ശീതളും മൃദുവും തമ്മിലുള്ള പെരുമാറ്റത്തിനുള്ളിൽ എന്തോ കരടുള്ള പോലെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രത്യക്ഷത്തിൽ അവരും തമ്മിൽ ഒരടുപ്പം ഉണ്ടായി തുടങ്ങി. ഇതിനിടയിൽ ചെറുതല്ലാത്ത രീതിയിലുള്ള പരിഭവങ്ങൾ സൂരജിൽ മുട്ടിട്ടു തുടങ്ങുന്നുണ്ടായിരുന്നു. തന്നോട് അവൾ കാണിക്കുന്ന അകൽച്ചയുടെ കാരണം താൻ തന്നെയാണെങ്കിലും തന്നേക്കാൾ കൂടുതൽ അവൾ മറ്റൊരാളെ പരിഗണിക്കുന്നത് സൂരജിന് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദിവസം കഴിയുന്തോറും കാന്തം പോലെ മൃദുവിലേക്ക് തന്നെ എന്തോ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന പോലെ അവന് തോന്നുന്നുണ്ടായിരുന്നു. അന്നും ട്യൂഷൻ കഴിഞ്ഞപ്പോൾ ഇത്തിരി വൈകി. ഞാൻ കൊണ്ടുപോയി വിടാം, ഇരുട്ടിയില്ലേ? സൂരജ് ആവേശത്തോടെ ബൈക്കിൻ്റെ അരികിലേക്ക് നടന്നു. വേണ്ട, ശിവേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നിൽ നിന്നും കേട്ട മൃദുലയുടെ സ്വരത്തിൽ ഒരു നിമിഷം സൂരജിൻ്റെ കാലുകൾ നിശ്ചലമായി. അവൻ നെറ്റി ചൊളിച്ചുകൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കി. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവൾ തൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും പഠിച്ചെടുക്കുകയാണെന്ന് സൂരജിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ മുഖത്ത് ഉരുണ്ടുകൂടിയ പരിഭവവും നിരാശയും അവൻ വേഗത്തിൽ ഒളിപ്പിച്ചു പിടിച്ചു. ശിവ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതോടെ സൂരജ് മൃദുലയുടെ അരികിൽ നിന്നും അല്പം മാറി നിന്നു. സൂരജ് ബൈക്കിൻ്റെ ചാവി ശിവക്ക് നേരെ നീട്ടി. എന്താ ചെയ്യുക, പെൺകുട്ടികൾക്കൊക്കെ ഞാൻ ഇല്ലാതെ പറ്റില്ല. പുരികം ഒന്ന് പൊക്കി ചിരി അടക്കി പറയുന്ന ശിവയെ കണ്ടപ്പോൾ കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് സൂരജിന് തോന്നിയത്. മൃദു ഒരക്ഷരം പറയാതെ ശിവക്ക് പിറകിലേക്ക് കയറുന്നതും വണ്ടി മുന്നോട്ടോടുന്നതും ഏതൊരു നിമിഷം അവൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും സൂരജ് ചുരുങ്ങിയ മിഴികളോടെ നോക്കി നിന്നുപോയി. അപ്പോൾ എന്നെ ഒന്ന് പരീക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ചിറ്റയിടത്ത് വീട്ടിലെ മൃദുല. കാണിച്ചു തരാമടി മൃദുല മോളെ സൂരജ് ആരാണെന്ന് സൂരജ് കുസൃതി ചിരിയോടെ മനസ്സിൽ ആലോചിച്ചു. നീ പറയുന്ന പോലെ ഒന്നുമല്ല നീമേ. സൂരജേട്ട ഇതുവരെ എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്ത് കണ്ടിട്ട് തുടങ്ങിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ നിന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആ നോട്ടത്തിൽ മുഴുവൻ നല്ല അസല് പ്രണയമായിരുന്നു. എനിക്ക് നീ പറയുന്ന പോലെ കണ്ണെ നോക്കി അളക്കാനൊന്നും അറിയില്ല. എന്തെങ്കിലും തുറന്നു പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. മൃദു ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് ആദ്യം മുതലേ സൂരജേട്ടനൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് നീ പറയുന്നതിനു മുന്നേ നിനക്ക് അങ്ങേരോട്ടുള്ള പ്രണയം മനസ്സിലാക്കിയിട്ടായിരുന്നില്ലേ? അത് നീ പറഞ്ഞിട്ടാണോ അങ്ങേരെ അറിഞ്ഞത്? എനിക്ക് സൂരജേട്ടനെ പോലെ മനസ്സിൽ വിചാരിക്കുന്നത് മാനത്ത് കാണാനുള്ള ദിവ്യദൃഷ്ടിയൊന്നുമില്ല. അതുകൊണ്ടാണ് മൂപ്പരെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ഞാൻ ശിവേട്ടൻ്റെ കൂടെ പോവാണെന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റിൽ കിടന്ന ചാവി എടുത്തു കൊടുത്തിട്ട് കുന്ത വിഴുങ്ങിയ പോലെ ഒരു നിൽപ്പായിരുന്നു അങ്ങ്. എന്നാലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. നിമ ആലോചനയോടെ നിന്നുപോയി. ഓ, ഈ ഏട്ടൻ്റെ പിന്നാലെ എത്ര പേരാണെന്നോ. പെൺപിള്ളേർക്കൊക്കെ ഇപ്പോൾ കുറച്ച് താടിയും മുടിയുണ്ടെങ്കിൽ പിന്നെ അത് മതി. ബുദ്ധിയും ബോധവും ഉണ്ടോ എന്ന് പിന്നെ ആരും നോക്കില്ല. ശീതൾ ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് ശിവയെ നോക്കി. അതെന്താടി അങ്ങനെ ഒരു പറച്ചിൽ? എനിക്ക് ബുദ്ധിയും ബോധവും ഇല്ലെന്ന് ആണോ? ശിവ കടുപ്പിച്ച ശീതളിനെ ഒന്ന് നോക്കി. തുടങ്ങി രണ്ടും കൂടെ. എന്നിട്ട് ബാക്കി പറ. മനീഷ വന്ന് ഇഷ്ടം പറഞ്ഞിട്ട് ശിവേട്ട എന്തു പറഞ്ഞു? അഞ്ജു വിടർന്ന മിഴികളോടെ കഥ കേൾക്കാനുള്ള തിടക്കത്തിൽ ചോദിച്ചു. എന്തു പറയാൻ? ഈ ഏട്ടൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ശീതൾ എടുത്തടിച്ച പോലെ പറഞ്ഞു. അതെന്താ? മൃദു ശിവയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. സൂരജ് കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടുന്നില്ലായിരുന്നു. മൃദു അവരോട് കാണിക്കുന്ന അടുപ്പവും തന്നോട് കാണിക്കുന്ന അകൽച്ചയും അവനിൽ ചെറുതല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ അങ്ങ് പോയാൽ നിന്നെ എൻ്റെ കൈയ്യിൽ ഒറ്റക്ക് കിട്ടും മോളെ, അപ്പോൾ കാണിച്ചു തരാം എന്നൊരു ഭാവത്തിൽ അവൻ മൃദുലയെ നോക്കിക്കൊണ്ടിരുന്നു. അതെന്താ എന്നൊക്കെ ചോദിച്ചാൽ മനീഷൻ്റെ സങ്കല്പത്തിലെ കുട്ടിയല്ലായിരുന്നു. എനിക്ക് അവളോട് അങ്ങനൊരു ഇഷ്ടം തോന്നിയില്ല. ഇല്ലാത്ത സ്നേഹം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ശിവേട്ടൻ്റെ സങ്കല്പത്തിലെ കുട്ടി എങ്ങനെ ഇരിക്കും? അഞ്ജു ചിരിയോടെ ചോദിച്ചു. അത് പറയണോ? ശിവ ഒന്ന് ചിരിച്ചു. ആ പറ. മൂവരും കൂടി ശിവയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. മൃദുലയെ പോലെ ഒരു പെൺകുട്ടിയായിരിക്കണം. ശാലീന സുന്ദരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സൂരജ് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു നിമിഷം നെറുകയിൽ കയറി. എടാ എന്താടാ, എന്തു പറ്റി? ശിവ അവൻ്റെ നെറുകയിൽ ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്തു. ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് വെള്ളം നെറുകയിൽ കയറി. അതെന്താ നിനക്ക് ആസ്ഥാനത്തൊരു നെറുകയിൽ കയറൽ? പിന്നെ ഇതൊക്കെ കത്തിട്ട് അറിയിച്ചിട്ടാണല്ലോ നെറുകയിൽ കയറുന്നത്. സൂരജിന് ദേഷ്യം വന്നു. അതിന് നീ എന്തിനാടാ എന്നോട് ചൂടാവുന്നത്? ശിവ കണ്ണും വീഴ്ചയിരുന്നു. എനിക്കെന്ത് ദേഷ്യം? നീ നിൻ്റെ സങ്കല്പത്തിലെ കുട്ടിയെ കുറിച്ച് പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും.
സൂരജ് മുഖം വീർപ്പിച്ചു. ഓ, അപ്പം അതാണ് കാര്യം. ശിവ ശബ്ദമടക്കിക്കൊണ്ട് സൂരജിനരികിലേക്ക് നീങ്ങിയിരുന്നു. എന്ത്? സൂരജ് നെറ്റി ചുളിച്ചു. സങ്കല്പത്തിലെ പെൺകുട്ടി. എടാ കള്ള കാമുക, നീ ഇവിടെ ഇരുന്ന് ചരട് വലിക്കുന്നത് ഞാൻ അറിയുന്നില്ല എന്നാണോ വിചാരിച്ചത്? ചരടോ? ഏത് ചരട്? ഒന്ന് പോടാ. ഓ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ മൃദുവിനോട് ചോദിക്കാം, എന്താ നിങ്ങൾ തമ്മിലുള്ള ചുറ്റിക്കളിയെന്ന്. ശിവ മൃദുവിന് നേരെ തിരിഞ്ഞു. പൊന്നളിയ, ചതിക്കല്ലേ. സൂരജ് ശിവയുടെ കയ്യിൽ പിടിച്ചു. അപ്പോൾ ഞാൻ ഊഹിച്ചത് ശരിയാണല്ലേ? ശിവ സൂരജിനെ അടിമുടി ഒന്ന് നോക്കി. സൂരജ് കുറ്റസമ്മതത്തോടെ തലയാട്ടി. നീ ഇത് അവളോട് പറഞ്ഞോ? സൂരജ് ചുമൽ വെട്ടിച്ചു. പിന്നെ നീ ഇത് എന്ത് പെരുന്നാൾ കാണാതിരിക്കുക? പക്ഷെ അവൾ എന്നോട് പറഞ്ഞു. ഒന്ന് പോയാടാ. എടാ സത്യം. ഇടി കള്ളി പൂച്ചേ. ശിവ മൃദുവിനെ നോക്കി കണ്ണ് ചുരുക്കി. മൃദുവും മഞ്ജുവും ശീതളും അന്നേരം മറ്റെന്തോ പൊരിഞ്ഞ ചർച്ചയിലായിരുന്നു. എന്നിട്ട് നീ അവൾക്ക് എന്ത് മറുപടി കൊടുത്തു? ശിവയുടെ ചോദ്യത്തിൽ സൂരജിൻ്റെ മുഖം കുനിഞ്ഞുപോയി. ജാടയിട്ട് നിന്ന് കാണും അല്ലേ? ശിവ പുച്ഛത്തോടെ അവനൊന്ന് നോക്കി. എടാളിയാ, പറ്റിപ്പോയി. എന്നിട്ട് നിലവിൽ എന്താണ് നിന്റെ അവസ്ഥ? പരിതാപകരം. അവളില്ലാതെ ശ്വാസം പോലും നേരെ ചൊവ്വ വീഴുന്നില്ല. സൂരജ് തോൽവി സമ്മതിച്ചു. പ്രേമം? ശിവ എടുത്തു ചോദിച്ചു. അതിനു മീതെ എന്തോ ഒന്ന്. പ്രേമം എന്നൊരൊറ്റ വാക്കി അതിനൊതുക്കാൻ കഴിയുന്നില്ല. സൂരജിൻ്റെ തൊണ്ടൊന്ന് ഇടറി. സൂരജിൻ്റെ മറുപടിയിലുണ്ടായിരുന്നു അവന് മൃദുവിനോടുള്ള ഇഷ്ടം. പിന്നെ എന്താ നോക്കി നിൽക്കുന്നത്? തുറന്ന് അങ്ങ് പറയാമായിരുന്നില്ലേ? എടാ, അത് എനിക്കെന്തോ മടി. പിന്നെ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും മനംമാറ്റം വന്നിട്ടുണ്ടെങ്കിലോ? പിന്നെ അവളുടെ പ്രായം എല്ലാം വില്ലനാണ്. അപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ. എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടാക്കാം. മൃദുലയുടെ മനസ്സ് ഞാൻ തുരന്ന് കയ്യിൽ തരാം. നിന്റെ മനസ്സ് ഇലക്കും ഉള്ളിനും ഇല കേടില്ലാതെ നീയും തുറന്നോ. എങ്ങനെ? സൂരജിൽ ആകാംക്ഷ. കൊക്കെത്ര കുളം കണ്ടതാ. ദാ നീ ഇപ്പോൾ കണ്ടോ? അത്രയും പറഞ്ഞുകൊണ്ട് ശിവ മൃദുവിന് നേരെ തിരിഞ്ഞു. മൃദുവേ, നിന്റെ സങ്കല്പത്തിൽ ചെറുക്കൻ എങ്ങനാ? അതൊന്ന് കേൾക്കട്ടെ. അതെന്തിനാ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നേ? ശീതൾ കണ്ണു ചുരുക്കി ശിവയെ നോക്കി. നിന്നോടാണോ ചോദിച്ച്? അവളോടല്ലേ? നീ മിണ്ടാതിരിക്ക്. ശിവ ദേഷ്യത്തോടെ ശീതളിനെ നോക്കി. ഞാൻ എൻ്റെ വായിൽ നാവ് വെച്ചല്ലേ സംസാരിക്കുന്നത്. അതിന് ഏട്ടനെന്താ? ശീതളും വിട്ടുകൊടുത്തില്ല. ഇവളിത് സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് തോന്നുന്നു ഈ ജന്മത്തിലെ പെങ്ങന്മാരായി ജനിക്കുന്നത്. ശിവ പിറുവിറുത്തുകൊണ്ട് മൃദുവിന് നേരെ പിന്നെയും തിരിഞ്ഞു. എടോ, താൻ പറ. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പറ്റിയവർ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാലോ. ശിവ അവസാനത്തെ നമ്പർ കൂടെ ഇട്ട് മൃദുവിൻ്റെ മറുപടിക്കായി നോക്കിയിരുന്നു. ഏട്ടൻ അതിന് എപ്പോഴോ ബ്രോക്കർ പണി തുടങ്ങിയത്. ശീതൾ ഞൊടിയിടയിൽ കയറി. ദേ, ഇനി ഒരക്ഷരം മിണ്ടിയ നിന്നെപ്പോൾ ഞാൻ വീട്ടിലേക്ക് പാക്ക് ചെയ്തയക്കും. ശിവ നാവ് കടിച്ച് ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ്. ഓ, എന്നെ പാക്ക് ചെയ്യാൻ അങ്ങ് വാ. എൻ്റെ കൈ പൂവ് പറിക്കാൻ പോവുകയായിരിക്കുമല്ലോ. ഓ, ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും. നീ പറ മൃദു. അഞ്ജു മൃദുവിനെ പ്രോത്സാഹിപ്പിച്ചു. അത് മൃദുവിൻ്റെ നോട്ടം സൂരജിൽ പാളി ഒഴുന്നത് ശിവ കണ്ടു കഴിഞ്ഞിരുന്നു. പറയടോ. ശിവ ഒന്നൂടെ അവളെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കൊരാളെ ഇഷ്ടമാണ്. മൃദു വിക്കി. ആരെ? അഞ്ജു മൃദുവിൻ്റെ മറുപടിയിൽ യഥാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി. ഇത്ര കാലം ഒപ്പം നടന്നിട്ടും മൃദുവിനൊരു പ്രണയമുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സൂചന പോലും അഞ്ജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൃദു സൂരജിനെ ഒന്ന് പാളിൽ നോക്കി. അവൻ തനിക്ക് മുഖം തരുന്നില്ല എങ്കിലും അവൻ്റെ മുഖത്ത് കാണുന്ന ഒരു ആകാംക്ഷ അവൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആളെ പറയാൻ കഴിയില്ല. എനിക്ക് തനിയെ തോന്നിയ ഒരു ഇഷ്ടമാണ്. ആൾക്ക് എന്നോട് തിരികെ അങ്ങനെയൊന്നുമില്ല. മൃദു വർദ്ധിച്ചു വരുന്ന ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ മിണ്ടാപ്പൂജയെ നീ കല ഉടച്ചു കളഞ്ഞല്ലോ. അഞ്ജു മൂക്കത്ത് വിരൽ വെച്ചു. മൃദു മറുപടിയായി ഒരു വിളറിയെ ചിരിച്ചു. ആളെ പറയണ്ട, പക്ഷെ അങ്ങനൊരു ഇഷ്ടം തോന്നാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്താന്ന് പറ. ശിവ ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കി. ആദ്യമൊന്നും എനിക്ക് തോന്നിയിരുന്നത് പ്രണയമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അയാളോട് ഒരുപാട് സ്നേഹം തോന്നിയിരുന്നു. എപ്പോഴും അയാളെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിരിക്കാൻ തോന്നും. ആളുടെ മുന്നിൽ എത്തുമ്പോൾ മാത്രം ഹൃദയം വല്ലാതെ മിടിക്കും, തൊണ്ട വരളും, നാവിൽ നിന്നൊരക്ഷരം വരില്ല. നീ ആ മാത്സ് പഠിപ്പിക്കുന്ന ജാനകി ടീച്ചറെയാണോ പ്രേമിക്കുന്നത്? സാധാരണ ടീച്ചർ ചോദ്യം ചോദിച്ച് കിട്ടാതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ വരുന്നത്. അഞ്ജുവിൻ്റെ സംശയം കേൾക്കെ ശിവക്ക് ചിരി പൊട്ടി. ഞാൻ സ്നേഹിക്കുന്ന ആൾ സ്വന്തം സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും മറന്ന് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുവനാണ്. അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ അച്ഛൻ്റെ കുറവറിയിക്കാതെ നെഞ്ചിലിട്ട് വളർത്തിയെടുക്കുന്നവനാണ്. കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിലും ആത്മാഭിമാനം കൈവിടാത്തവനാണ്. ചുറ്റുമുള്ളവരുടെ വേദനകളിൽ സഹായിക്കുന്നവനാണ്. ഏത് പ്രതിസന്ധികളും ചിരിച്ചുകൊണ്ട് തരണം ചെയ്യുന്നവനാണ്. തൻ്റെ ആത്മധൈര്യവും വിനയവും കൊണ്ട് ജീവിതം ജീവിച്ചു തീർക്കുന്നവനാണ്. മൃദുവിൻ്റെ സ്വരം നിലക്കുന്നതും സൂരജിലേക്ക് അവളുടെ കണ്ണുകൾ വന്ന് തടയുന്നതും ശിവ ചിരിയോടെ നോക്കി നിന്നു.
സൂരജ് ഉമിനീർ പോലും ഇറക്കാൻ കഴിയാത്ത വിധം അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ഇതുപോലെ പതറാതെ മിഴികളൊന്ന് ചിമ്മി തുറക്കുക പോലും ചെയ്യാതെ ഇത്രയും കണ്ണിൽ പ്രണയം നിറച്ച് അവൾ ഇതിനു മുന്നേ തന്നെ നോക്കിയിട്ടില്ലെന്ന് സൂരജിന് തോന്നി. എൻ്റെ പ്രണയം അവനിൽ തുടങ്ങി അവനിൽ അവസാനിച്ചു. അതൊരൊറ്റ വരി കവിതയാണ്. ഇനി ആരെക്കൊണ്ടും തിരുത്തി എഴുതാനോ തുടർന്ന് എഴുതാനോ കഴിയാത്ത ഒരൊറ്റ വരി കവിത. അവനത് നിരസിച്ചാലും ഇന്നും ആ കവിത വരികൾ നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ നിലനിൽക്കും, എൻ്റെ മരണം വരേക്കും. പൃഥുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി നീർമുത്ത് താഴേക്ക് അടർന്നു വീണു. ഇതിലും കൂടുതൽ അവളിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ശിവ ശബ്ദമടക്കി സൂരജിനെ നോക്കി. ഇല്ലെന്ന് അവൻ യാന്ത്രികമായി വിലങ്ങനെ തലയാട്ടി. നീ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് അവളുടെ മനസ്സാണ്. ശിവ സൂരജിൻ്റെ തോളിലേക്ക് ഒന്ന് തൊട്ടു. അപ്പുറം അഞ്ജുവും ശീതളും കൂടെ ഇരുന്ന് പഠിച്ച പണി 18 പയറ്റുന്നുണ്ട് ആ ഒരുവൻ്റെ പേര് പറയിപ്പിക്കാൻ. അവൾ ഒരക്ഷരം മിണ്ടാതെ തലയും താഴ്ത്തിയിരിപ്പാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രൂത്ത് ഓർ ഡയർ ഗെയിമായി എടുക്കാം. കണ്ടില്ലേ മൂങ്ങ പോലെ ഇരിക്കുന്നവളുടെ മനസ്സിലിരിപ്പെല്ലാം പുറത്തു ചാടിയത്. ശിവ ചിരിയോടെ മൃദുവിനെ നോക്കി. മൃദു അവനെ നോക്കി ഒരു ചമ്മി ചിരി ചിരിച്ചു. അങ്ങനെ നീ മാത്രം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണ്ട, പറ, നിന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെക്കുറിച്ച് പറ. ശിവ സൂരജിന് നേരെ തിരിഞ്ഞു. പറ്റിയ അവസരമാണ്, നിന്റെ ഉള്ളിലുള്ളത് നീയും പറഞ്ഞു. ശിവ സൂരജിനുള്ള നിർദ്ദേശം കൊടുത്ത് കളമൊരുക്കി. പെൺകുട്ടികൾ മൂവരും ഒരുപോലെ സൂരജിനെ നോക്കി. ഏട്ടന് സങ്കല്പമോ? ഈ മുരടനെ ആര് പ്രേമിക്കാനാ? അഞ്ജു ചിരിയടക്കി. മുരടൻ നിന്റെ മറ്റവൻ. സൂരജ് അഞ്ജുവിനെ നോക്കി കണ്ണുരുട്ടി. അത് ശരി, ഞങ്ങൾ നിർത്തിയപ്പോൾ നിങ്ങൾ ഏട്ടനും അനിയത്തിയും തുടങ്ങിയോ? എടി അഞ്ജു, കൊതുകിനും ഉണ്ടാവില്ലേ കൃമികടി? അഞ്ജുവും ശീതളും അത് കേൾക്കെ പൊട്ടിച്ചിരിച്ചു. ഡാ, സൂരജ് ശിവയുടെ മുതുകിൽ തന്നെ ഒന്ന് പൊട്ടിച്ചു. പയ്യെ അടിയടാ, നീ പറ, ഞങ്ങൾ കേട്ടു ഞെട്ടട്ടെ. ശിവ മുതുക് തടവിക്കൊണ്ട് സൂരജിന് നേരെ തിരിഞ്ഞ് കണ്ണ് കാണിച്ചു. സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സൂരജിൻ്റെ അപ്രതീക്ഷിതമായ മറുപടിയിൽ മൃദു ഒന്ന് ഞെട്ടി മുഖമുയർത്തി. അവൻ്റെ നോട്ടം അത്രയും തന്നിലാണ്. കണ്ണിമ വെട്ടുന്നില്ല അവൻ. ആ കണ്ണുകൾ പോലും ചിരിക്കുന്ന പോലെ ആത്മാവ് പറിച്ചെടുത്തു കൊണ്ടുപോകുന്ന ഒരു നോട്ടം. അതാരാ ഏട്ടാ? പറഞ്ഞാൽ നീ കൂടെ നിൽക്കുവോ? ഉറപ്പായും, അഞ്ജു ആവേശം കൊണ്ടു. നിമ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ നാവിൽ നിന്ന് വന്ന പേര് കേൾക്കെ ഭൂമി ഒന്നാകെ കറങ്ങുന്ന പോലെ തോന്നി മൃദുവിന്. നിമയോ? അഞ്ജുവിൻ്റെ മുഖത്ത് ഒരു ചിരി വന്നു തെളിഞ്ഞു. പക്ഷേ തൊട്ടരികിലിരിക്കുന്ന ശീതളിൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന തെളിച്ചം കെട്ടുപോയിരുന്നു. നിമയോ? അതാരാ? ശിവ എടുത്തു ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാ. ഞാനും മൃദുവും നിമയുമാണ് കൂട്ട്, അഞ്ജു ആവേശത്തോടെ പറഞ്ഞു. അവൾക്കറിയാമോ ഏട്ടാ? അഞ്ജു സൂരജിൻ്റെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല. അല്ലെങ്കിൽ തന്നെ അറിയാൻ എന്തിരിക്കുന്നു, ചെറിയൊരു ഇഷ്ടം, അത്രേ ഉള്ളൂ. ആ കുട്ടിക്ക് അതിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ചോദിക്കുമ്പോൾ ശീതൾ സ്വരം മാറാതിരിക്കാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല സുന്ദരിയല്ലേ, നമ്മളുടെ അഞ്ജുവിനെ പോലെ ഒന്നുമല്ല. സൂരജ് ചിരി കടിച്ചമർത്തി അഞ്ജുവിനെ നോക്കി. ഓ പിന്നെ, ഞാനൊട്ടും മോശമല്ല. അഞ്ജു ചുണ്ടൊന്നു കൂട്ടി. അങ്ങനെ കൂട്ടത്തിൽ ഭംഗിയുള്ള ആളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സൂരജേട്ടൻ മൃദുവിനെ തിരഞ്ഞെടുക്കണമായിരുന്നു, അഞ്ജു കണ്ണൊന്ന് ചുരുക്കിക്കൊണ്ട് പറഞ്ഞു. സൗന്ദര്യം കാഴ്ചയിൽ മാത്രമല്ലല്ലോ, ആ കുട്ടിയുടെ പക്വതയോടെയുള്ള പെരുമാറ്റം, പിന്നെ ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതി. മൃദുല അങ്ങനെയാണോ? ഒരാളോടും ഇയാൾ കോൺഫിഡൻ്റായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പ്രായത്തിൽ പെൺകുട്ടികൾക്കുള്ള ഒരു എടുത്തുചാട്ടമുണ്ട്. ചാഞ്ഞു കിടക്കുന്ന കൊമ്പിലൊക്കെ ഒന്ന് കയറാനുള്ള ഒരാവേശം, അതൊന്നും നിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഒറ്റവാക്കി പറഞ്ഞ കുടുംബത്തിൽ പിറന്ന നല്ല അടക്കോ ഒതുക്കമുള്ള കുട്ടി. സൂരജ് അത്രയും പറഞ്ഞുകൊണ്ട് മൃദുവിനെ ഒന്ന് പാളി നോക്കി. ശിവയുടെ നോട്ടം ഒട്ടാകെ അന്നേരം മൃദുവിൻ്റെ മുഖത്തായിരുന്നു. കരയാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവളെ കാണെ ശിവക്ക് പാവം തോന്നുന്നുണ്ടായിരുന്നു. അത്ര അടക്കവും ഒതുക്കവും വേണമായിരുന്നെങ്കിൽ ഉത്സവപ്പറമ്പിൽ 10-50 രൂപക്ക് നല്ല ബൊമ്മയെ കിട്ടും, നീ അതിനെ അങ്ങ് കെട്ട്. ശിവ കണ്ണുരുട്ടി സൂരജിനെ കത്തുന്ന ഒരു നോട്ടം നോക്കി. സൂരജ് വെളുക്കനെ അവനൊന്ന് ചിരിച്ചു കാണിച്ചു. അവനന്നേരം അതൊരു തമാശയായിരുന്നു. 2-3 ദിവസമായി തൻ്റെ പ്രണയം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്ന മൃദുവിനോടുള്ള ഒരു കുഞ്ഞു പ്രതികാരം. പക്ഷേ ആ തമാശയുടെ അനന്തരഫലം വളരെ വലുതായിരിക്കും എന്ന് അവൻ അന്നേരം തിരിച്ചറിഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞില്ലേ, മൃദുല പോയിക്കോ, നേരെ ഇരുട്ടാവും ഇനിയും നിന്നാൽ. ശിവ മൃദുലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും 1-2 നിമിഷം സൂരജിൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നാൽ അവൾ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് ശിവക്കറിയാമായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ നന്ദിയോടെ ശിവയെ നോക്കി. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നായിരുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ.
എങ്ങനെയെങ്കിലും വീടെത്തണം, മുറിയിലിരുന്ന് ഒന്ന് കരയണം. തൊട്ടടുത്ത നിമിഷം അവൾ പുറത്തേക്ക് വേഗത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു. ഏട്ടന് നിമയെ ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, അതിന് മൃദുവിനെ ഇവിടെ ഇരുത്തി കീറി മുറിക്കണോ? അഞ്ജു ദേഷ്യത്തോടെ സൂരജിനെ നോക്കി. അത് ശരി, ഇപ്പോൾ കുറ്റം എനിക്കായോ? നീ തന്നെയല്ലേ ചോദിച്ചേ നിമയേക്കാൾ സുന്ദരി മൃദുലായിട്ടെന്താ ഏട്ടന് നിമയെ ഇഷ്ടമെന്ന്? അതിനുള്ള മറുപടിയല്ലേ ഞാൻ പറഞ്ഞത്? സൂരജ് കണ്ണും വീഴ്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു എന്ന് കരുതി അതിന് ഇങ്ങനെയാണോ മറുപടി പറയുന്നത്? അഞ്ജു ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. എനിക്ക് ഇങ്ങനെ മറുപടി പറയാനേ അറിയത്തുള്ളൂ. സൂരജ് കൈമലർത്തി. അഞ്ജു ദേഷ്യത്തോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടുപിറകെ ശീതളും. ഇതൊരുമാതിരി മൊറ്റയാടാത്ത പണിയായി പോയി സൂരജ്. ശിവ അവൻ്റെ പുറത്ത് രണ്ടെണ്ണം പൊട്ടിച്ചു. എടാ പയ്യെ തല്ലടാ. നിന്നെ തല്ലുകയല്ല വേണ്ടത്, കൊല്ലണം. ആ പെൺകുട്ടി ഇവിടെ ഇരുന്ന് അങ്ങ് ഉരുകിപ്പോയി. പാവം, അതിനെ അങ്ങ് സങ്കടപ്പെടുത്തിയിട്ട് നീ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നോ? ശിവ പല്ലി ഞെരിച്ചു. ഒന്നുകൂടെ ഉറപ്പിച്ചതല്ലേ? എന്ത്? അവൾ എൻ്റേതാണെന്ന്. എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് നിമയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കിയൊരു നോട്ടമുണ്ട്, അത് മതി എനിക്ക്. ശിവ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞാനും മൃദുവും തമ്മിലുള്ള സ്നേഹം നാടും നാട്ടുകാരും അറിഞ്ഞാൽ അത് വലിയ കോലിളക്കം ഉണ്ടാക്കും. ഒന്നാമത്തെ വില്ലൻ ജാതി തന്നെയായിരിക്കും. അവളുടെ വീട്ടുകാരുടെ അത്ര ജാതിപ്പോര് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. പ്രണയം എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും, ഒരുപാട് സഹിക്കേണ്ടി വരും. നാൾക്ക് നാൾ അവളുടെ മുഖം എൻ്റെ ഉള്ളിൽ അങ്ങ് വന്ന് നിറയുകയാണ്. അവൾ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്കൊന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നില്ല. ഹൃദയം നിറയെ അവളാണ്. അവൾക്ക് എന്നോട് തോന്നുന്നത് വെറും പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണെങ്കിൽ എനിക്ക് പിന്നെ തുടർന്നൊരു ജീവിതം പോലും സാധ്യമായെന്ന് വരില്ല. സൂരജിൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുകളിൽ ഉണ്ടായിരുന്നു മൃദുല. സൂരജിൻ്റെ ഉള്ളിൽ എത്രത്തോളം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നത്. ശിവക്ക് പിന്നെ മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാനുണ്ടാവും കൂടെ, ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്കൊപ്പം. ശിവ സൂരജിന് നേരെ കണ്ണ് ചിമ്മി ചിരിച്ചു. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശിവ ആദ്യം കണ്ടത് ശീതളിനെയായിരുന്നു. അവളെല്ലാം കേട്ടു എന്ന് ശിവക്ക് അവളുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഏട്ടന് നിന്നെ മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതരുത്. പക്ഷേ ഈ ജന്മം അവൻ്റെ ഉള്ളിൽ നീയില്ല. ഈ ജന്മം സൂരജ് മൃദുലയുടേതാണ്. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ല മോളെ. ശിവ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി. ഒരക്ഷരം മിണ്ടാതെ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വരുതിയിലാക്കി അവൾ മുഖവും താഴ്ത്തി നിന്നതേയുള്ളൂ. മുറിയിൽ കയറി കയ്യിൽ കിട്ടിയതെല്ലാം ഒരു ഭ്രാന്തിയെ പോലെ എറിഞ്ഞുടക്കുമ്പോൾ മൃദു തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു. ഒടുവിൽ എപ്പോഴോ പൊട്ടിയ കണ്ണാടിയിൽ കരഞ്ഞു തളർന്ന തൻ്റെ പ്രതിബിംബം കാണെ അവൾക്ക് സ്വയം ഒരു കോമാളിയെ പോലെ തോന്നി. പൊട്ടിയ ചില്ലിൽ നിന്നും ഒന്ന് വലിച്ചെടുത്ത് കൈത്തണ്ടയിലെ ഞരമ്പിലേക്ക് അമർത്തുമ്പോൾ രക്തത്തിന് പകരം മറ്റൊരു ദ്രാവകമായിരുന്നു ആദ്യം പുറത്തേക്ക് തെറിച്ചത്. പതിയെ അതിൻ്റെ നിറം മാറിത്തുടങ്ങി. അതിന് കടും ചുവപ്പ് നിറം വന്നു തുടങ്ങി. എപ്പോഴോ ബോധം മറിഞ്ഞു വീണു. പിന്നീട് എപ്പോഴോ ഒരു ഗുഹക്കുള്ളിൽ എന്ന പോലെ ഒരു ശബ്ദം അവളുടെ ചെവിയിലേക്ക് ഇരച്ചു കയറി. എൻ്റെ കുട്ടി, നീ ഇതെന്താ ബുദ്ധിമോശ കാണിച്ചത്? ലക്ഷ്മിയേട്ടത്തിയാണ്. തൊട്ടരികിൽ അമ്മയുടെ സ്വരവും കേൾക്കാം. പക്ഷെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. കൺപോളകൾക്ക് വല്ലാത്ത ഭാരം. ആരോ കണ്ണു പൊത്തിവെച്ച പോലെ. ചുറ്റും ഇരുട്ട്. അതിൽ തെളിഞ്ഞു വരുന്ന സൂരജിൻ്റെ ചിരിക്കുന്ന മുഖം. നീ എന്താ അഞ്ജു ഈ പറയുന്നേ? സൂരജ് ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. എനിക്കിപ്പോൾ അവളെ കാണണം. ഇവിടെ നിന്ന് ഇന്നലെ ഇറങ്ങിപ്പോകുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അഞ്ജു തേങ്ങി തേങ്ങി കരഞ്ഞു. പക്ഷേ സൂരജിന് ആകെ ഒരു മരവിപ്പായിരുന്നു. നിന്നിടത്ത് നിന്ന് ഒരടി നീങ്ങാൻ അവന് കഴിയുന്നില്ലായിരുന്നു. കേട്ട വാർത്തയുടെ ആഘാതം അതിനും അപ്പുറമാണ്. തൊട്ടരികിൽ നിൽക്കുന്ന ശിവയുടെ കണ്ണുകളിൽ കുറ്റപ്പെടുത്തൽ. എല്ലാം കൊണ്ടും സൂരജിന് തൻ്റെ ചുറ്റും ഭൂമി ഒന്നാകെ കറങ്ങുന്ന പോലെ തോന്നി. ഏട്ടാ വാ, അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോ. അഞ്ജു അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. നീ ഈ കോലത്തിൽ എങ്ങനെ പോവാനാ? ഈ ഡ്രസ്സെല്ലാം മാറിയിട്ട് വാ. ആ കുട്ടിക്ക് കുഴപ്പമില്ല എന്നല്ലേ കേട്ടത്. ഇങ്ങനെ ടെൻഷൻ ആവില്ല അഞ്ജു. ശീതൾ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സൂരജിൽ നിന്നും അടർത്തി മാറ്റി. ശീതൾ അഞ്ജുവിനെയും കൊണ്ട് മുറിക്ക് പുറത്ത് കടക്കുന്നത് കാണെ സൂരജ് വേഗത്തിൽ ശിവയുടെ അടുത്തേക്ക് നീങ്ങി വന്നു. എടാ ശിവ, എൻ്റെ മൃദു. സൂരജിൻ്റെ തൊണ്ടയിൽ അക്ഷരങ്ങൾ കുടുങ്ങി. നിൻ്റെ മൃദുവോ? നീ അതിനായിട്ട് വട്ട് കളിപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രായെങ്കിലും ഓർക്കണമായിരുന്നു. അതിന് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള പക്വതയെ വന്നിട്ടുള്ളൂ. നീ അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് പുറമെ തരം കിട്ടുമ്പോൾ എല്ലാം അവളെ താഴ്ത്തി കെട്ടുകയാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ ചങ്ക് പൊടിഞ്ഞ് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലടാ. എങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നോട് അവൾ അല്പം അടുപ്പം കാണിച്ചെന്ന് തോന്നിയപ്പോൾ ആണ് നീ പോലും അറിയാതെ നിന്റെ സ്നേഹം ഒന്നാകെ തട നീക്കി പുറത്ത് ചാടിയത്. എന്തുകൊണ്ട്? നിനക്ക് അവളോടുള്ള സ്വാർത്ഥത കൊണ്ട്. എന്നിട്ട് അതേ നീ അവളോട് ചെയ്തതോ? അവളുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ഒരുത്തിയാണ് നീ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ ഈ പണി ചെയ്യുമെന്ന് മുന്നേ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും.
നിങ്ങൾ ഒരുമിച്ച് ആ രീതിയിൽ കാണുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് ആ കുട്ടിക്ക് തോന്നിക്കാണും. പ്രണയത്തിൽ എല്ലാവരും അല്പസ്വല്പം സ്വാർത്ഥരാണ് സൂരജ്. നീ ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്ക്. എടാ പറ്റിപ്പോയി, ഇനി ഇനി ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. സൂരജ് മുഖം പൊത്തി കരഞ്ഞുപോയി. നീ ഒന്ന് പോയിട്ട് വാ. അവസരം കിട്ടുകയാണെങ്കിൽ അവളോട് ഉള്ളിലുള്ളത് തുറന്നു പറ. ഇപ്പോൾ അവൾക്ക് വേണ്ട മരുന്നും അത് തന്നെയാണ്. ശിവ സൂരജിൻ്റെ പുറത്ത് തട്ടി പതിയെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? ഉള്ളിലുള്ള അമർഷം കടിച്ചു പിടിച്ചുകൊണ്ട് നിമ രൂക്ഷമായി മൃദുവിനെ നോക്കി. ഒരക്ഷരം മിണ്ടാതെ മൃദു ചിരിഞ്ഞു കിടക്കുകയാണ്. അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കാണെ നിമക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ കിടപ്പ് തന്നെയാ മോളെ ഇവൾ. അസത്ത് എന്തു ചോദിച്ചിട്ടും മിണ്ടുന്നില്ല. അല്ലെങ്കിലും കൈഞ്ഞരമ്പ് മുറിക്കാൻ മാത്രം അവൾക്ക് എന്തിൻ്റെ കേടാണ്? മൃദുലയുടെ അമ്മ മൃദുവിനെ ശകാരിക്കുന്നതിനൊപ്പം തന്നെ കരയുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും മൃദുവിനെ ബാധിച്ചിട്ടുകൂടെയില്ല എന്ന് തോന്നിപ്പോയി നിമക്ക്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം മക്കൾക്ക് കൊള്ളി വെക്കേണ്ട ഗതികേട് വരുത്തരുത് നീ. അതിനു മാത്രം നിനക്കൊരു പ്രശ്നവുമില്ല. ഇവളുടെ അച്ഛൻ കോയമ്പത്തൂർ പോയിരിക്കുകയാണ്. രുദ്രനും ഉണ്ട് കൂടെ. വിവരം അറിഞ്ഞ് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അവർ ഇങ്ങ് വരുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? രുദ്രനുമായി കെട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചാണ്. അവൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നാട്ടുകാരൊക്കെ എന്തെങ്കിലും കാര്യം കിട്ടാൻ നോക്കി നിൽക്കുകയാണ്. മൃദുലയുടെ അമ്മക്ക് വാക്കുകൾ കേൾക്കെ വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മക്ക് അമ്മയുടെ ദുരഭിമാനം തന്നെയാണ് എന്നും വലുത്. രുദ്രനുമായി കെട്ട് പറഞ്ഞു വെച്ചു എന്ന് പോലും. എന്നോടൊരു വാക്ക് ചോദിച്ചോ? അതിന് അവർ കൂടെ പൊറുക്കേണ്ടത് ഞാനല്ലേ? മൃദു മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. മോള് ഇവിടെ ഒന്നിരിക്ക്. ഞാൻ പോയി ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. ലക്ഷ്മി ഇവിടെ ഉടുത്തു മാറാനുള്ള തുണികൾ എടുക്കാൻ പോയേച്ച് ഇതുവരെ വന്നിട്ടില്ല. അവിടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ അവൾ വരുത്തുള്ളൂ. മൃദുവിൻ്റെ അമ്മ കയ്യിലെ തൂക്കുപാത്രവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നിമ പതിയെ തല ചിരിച്ച് സ്വന്തം അമ്മയെ ഒന്ന് നോക്കി. താൻ കൂട്ടുകാരി ഒക്കെ ആക്കിയിട്ട് വന്നാൽ മതി. അവൾക്കിപ്പോൾ ഒന്ന് മനസ്സ് തുറക്കാൻ പറ്റുന്നത് നിന്നോടായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ പതിയെ പുറത്തിറങ്ങി. നിമക്ക് ആ നിമിഷം തൻ്റെയും മൃദുവിൻ്റെയും മാതാപിതാക്കൾ തമ്മിലുള്ള അന്തരം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? സൂരജേട്ടനുമായി എന്തെങ്കിലും ഉണ്ടായോ? നിമ സംശയത്തോടെ അവളെ ഉറ്റുനോക്കി. മൃദു പതിയെ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. സൂരജിനെ പോലെ ഒരു ചെറുപ്പക്കാരന് ഇഷ്ടം തോന്നാൻ വേണ്ട എല്ലാ ഗുണങ്ങളും നിമയിലുണ്ടെന്ന് അവൾക്ക് തോന്നി. ഞാനൊരു വിഡ്ഢിയായിരുന്നു. സൂരജേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഇല്ല നിമേ. എന്നോട് ദേഷ്യപ്പെടുമ്പോൾ എല്ലാം ആ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നാണ് നീ പറയുന്നത്? ഞാൻ ആൾക്ക് ആരുമല്ലടാ. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് തന്നിഷ്ടം കാണിച്ച് നടക്കുന്ന ഒരുത്തി. അതാണ് സൂരജേട്ടന് ഞാൻ. ആ മനസ്സിൽ നീയാ നിമേ. കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സ് പാകപ്പെട്ടില്ല അതങ്ങ് സ്വീകരിക്കാൻ. ഇല്ലാതായാൽ മതിയെന്ന് തോന്നിപ്പോയടി. ഞാൻ അത്രയും സ്നേഹിച്ചതല്ലേ ആളെ. മൃദു തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ മൃദു, നീ എന്താ ഈ പറയുന്നേ? സത്യമാ, സൂരജേട്ടന് നിന്നെയാ ഇഷ്ടം. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. മൃദു മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരുന്നു. നിനക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ ഓർത്ത് വേണ്ടെന്ന് വെക്കരുത്. നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു വിലങ്ങുതടിയായിട്ട് ഞാൻ നിൽക്കില്ല. കേട്ട വാർത്തയിൽ നിമ തരിച്ചിരുന്നു പോയി. നിമ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ഓടിപ്പിടഞ്ഞു വരുന്ന സൂരജിനെയും മഞ്ജുവിനെയും കാണുന്നത്. നിമയെ ഒന്ന് നോക്കിയ സൂരജ് അവളുടെ കത്തുന്ന മിഴികൾ നേരിടാൻ കഴിയാതെ മുഖം താഴ്ത്തി കളഞ്ഞു. നിമേ, അഞ്ജു വിങ്ങിപ്പോയി. മൃദുവിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു എടുത്തുചാട്ടത്തിന് ചെയ്തതാ. ഇനി ഉണ്ടാവില്ല എന്ന് അവളെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നീ പോയി അവളെ കണ്ടിട്ട് വാ, നിമ അഞ്ജുവിനോടായി പറഞ്ഞു. അഞ്ജു നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗത്തിൽ മുറിയിലേക്ക് കയറി. ഇതിലും ഭേദം അവളെ അങ്ങ് ഒറ്റവെട്ടിന് കൊല്ലാമായിരുന്നില്ലേ നിങ്ങൾക്ക്? മുന്നോട്ട് നടക്കാൻ ആഞ്ഞ സൂരജിൻ്റെ കാലുകൾ നിമയുടെ ഒരൊറ്റ വാക്കിൽ നിശ്ചലമായിപ്പോയി. ഇതിലും ഭേദം അവളെ അങ്ങ് ഒറ്റവെട്ടിന് കൊല്ലാമായിരുന്നില്ലേ നിങ്ങൾക്ക്? മുന്നോട്ട് നടക്കാൻ ആഞ്ഞ സൂരജിൻ്റെ കാലുകൾ നിമയുടെ ഒരൊറ്റ വാക്കിൽ നിശ്ചലമായിപ്പോയി. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? അതൊരു പാവമായതുകൊണ്ടാണ്. അതിന് കുത്തി നോവിച്ച് രസിക്കുന്നവർ ഏറെയാണ്. മൃദുല സ്നേഹിച്ചത് അഞ്ജു വന്ന് പറയുന്ന കഥകളിൽ അവളുടെ ഏട്ടനെ ആയിരുന്നു, സൂരജ് എന്ന വ്യക്തിയെ ആയിരുന്നു. അല്ലാതെ അവൾ സൗന്ദര്യവും പണവും നോക്കി ഇറങ്ങിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവളുടെ ഏഴയലത്ത് പോലും വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ലായിരുന്നു. ഇനിയും അതിനെ വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിന് വിട്ടേക്ക്. പക്ഷേ കള്ളത്തരം പറഞ്ഞ് അതിൻ്റെ മനസ്സ് നോവിച്ചാൽ എത്ര ജന്മം കഴിഞ്ഞാലും ഗതി പിടിക്കില്ല. നിമ ശബ്ദമടക്കി പറഞ്ഞുകൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടി. പൊടുന്നനെ സൂരജ് നിമയുടെ കൈ പിടിച്ചെടുത്തു. പെട്ടെന്നുള്ള സൂരജിൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പതറി. ഇനി അവളായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അവളെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല.
അത്രത്തോളം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളു മുഴുവൻ അവളാണ്. ഇത് ഞാൻ തനിക്ക് തരുന്ന വാക്കാണ്. സൂരജ് വിറച്ചു തുടങ്ങിയ അധരങ്ങൾ കൂട്ടിക്കടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ആദ്യത്തെ പരിഭ്രമം പതിയെ മാറി നിമയുടെ ചുണ്ടിൽ തെളിമയുള്ള ഒരു ചിരി വന്ന് നിറഞ്ഞു തുടങ്ങി. കരഞ്ഞു വിങ്ങിയ മുഖത്തോടെ കിടക്കുന്ന മൃദുവിനെ കാണെ സൂരജിന് ചങ്കു പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. താൻ അവിവേകത്തിന്റെ പുറത്ത് പറഞ്ഞ വാക്കുകളിൽ എങ്ങാനും അവളെ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിലോ എന്ന ഭയം ആയിരുന്നു അപ്പോഴും സൂരജിന്റെ ഉള്ളിൽ. അഞ്ജു മൃദുവിന് അടുത്തിരുന്ന് എണ്ണിപ്പെറുക്കി ഓരോന്നും പറഞ്ഞ് കരയുന്നുണ്ട്. സൂരജ് ആ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് മൃദുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. എപ്പോഴും ഒരു നിമിഷം മൃദുവിന്റെ നോട്ടം അവനുമായി ഒന്ന് കുരുത്തു. നിർവികാരമായ ഒരു ചിരി അവളുടെ മുഖത്ത് തെളിഞ്ഞു വന്നു. സൂരജിന് ആ നിമിഷം ശ്വാസം വിലങ്ങിപ്പോയി. അവളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുണരാൻ അവന് തോന്നി. പക്ഷേ സമയവും സാഹചര്യവും ഒന്നും അന്നേരം അവന് അനുകൂലമല്ലായിരുന്നു. നിമ കാണാൻ വന്നപ്പോൾ ഉള്ള തിളക്കം അഞ്ജുവും സൂര്യചേട്ടനും കൂടെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ മുഖത്തില്ലെന്ന് മൃദു പ്രത്യേകം ശ്രദ്ധിച്ചു. താഴ്ന്ന ജാതി, അത് തന്നെയായിരിക്കും ആ തെളിച്ചക്കുറവിനുള്ള കാരണവും. ട്യൂഷൻ പഠിക്കാൻ തന്നെ ആ വീട്ടിലേക്ക് പോവാതെ താൻ നടത്തിയത് നീണ്ട സമരമുറകളായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അച്ഛനോടും അമ്മയോടും വാശി പിടിച്ച് ഒരാഗ്രഹം സാധിച്ചെടുക്കുന്നത്. ഈ ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചലിക്കുന്ന വെറും പാവയാണ് ഞാൻ. ഒന്നും പറ്റിയില്ലല്ലോ എൻ്റെ അഞ്ജു, നീ ഏട്ടനെയും കൂട്ടി പോവാൻ നോക്ക്. ഇനി ഞാൻ ഇങ്ങനെ ഒരു അബദ്ധവും കാണിക്കില്ല. ഒരു പൊട്ടബുദ്ധിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. മൃദു അവശത നിറഞ്ഞ സ്വരത്തിൽ അഞ്ജുവിനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. മൃദു ഏറെ നേരം അനുനയിപ്പിച്ചിട്ടാണ് അഞ്ജു അവളുടെ അരികിൽ നിന്നും ഒന്ന് എഴുന്നേറ്റത് പോലും. അഞ്ജു മൃദുവിൻ്റെ നെറ്റിയിൽ ഒന്ന് തലോടി ഒരു കുഞ്ഞു മുത്തവും കൊടുത്ത് മുറിവിട്ടിറങ്ങി. അഞ്ജു മൃദുവിനെ തൊടുന്നതും അടുത്തിടപഴകുമ്പോൾ അത്രയും മൃദുവിൻ്റെ അമ്മയുടെ മുഖം മാറുന്നത് സൂരജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളോട് വല്ലാത്ത അലിവ് തോന്നി. താനും അവളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ എത്രത്തോളം അവൾ സഹിക്കേണ്ടി വരും, എന്തുമാത്രം അവൾ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമായിരുന്നു അപ്പോൾ സൂരജ് ചിന്തിച്ചത്. ഒന്ന് യാത്ര പറയാൻ എന്ന പോലെ മൃദുവിൻ്റെ മുഖത്ത് നോക്കവേ അവൾ സൂരജിന് മുഖം കൊടുക്കാതെ മറുഭാഗം ചെരിഞ്ഞു കിടന്നുപോയി. സൂരജ് ഒരു ദീർഘനിശ്വാസത്തോടെ പതിയെ മുറിവിട്ടിറങ്ങി. ഓരോ ദിവസവും പിന്നീട് സൂരജിന് ഓരോ യുഗങ്ങൾ പോലെയായിരുന്നു. പിന്നെ അങ്ങോട്ട് മൃദു ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയെന്നും സ്കൂളിൽ വന്ന് തുടങ്ങിയെന്നും പറയുന്നത് കേട്ടു. പക്ഷേ എന്നും വൈകുന്നേരം എല്ലാ തിരക്കും മാറ്റിവെച്ച് ട്യൂഷന് വേണ്ടി അവൾ വരാറുള്ള സമയത്ത് കാത്തിരിക്കുന്ന സൂരജിന് നിരാശ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ഒരു നോട്ടമെങ്കിലും കാണാതെ വയ്യ എന്ന് ആയിരുന്നു അവന്. ഒടുവിൽ സഹികെട്ടാണ് അഞ്ജുവിനോട് മൃദുവിനെ പറ്റി ചോദിക്കാൻ അവൻ തയ്യാറായത്. അവൾ ഇനി ട്യൂഷന് വരുന്നില്ലെന്നോ? അതെങ്ങനെ ശരിയാവും? അത് അവൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? സൂരജ് അഞ്ജുവിൻ്റെ മറുപടി കേൾക്കെ പൊട്ടിത്തെറിച്ചു. അഞ്ജുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൾ സംശയത്തോടെ സൂരജിനെ തന്നെ നോക്കി. ഈ ഏട്ടനിതെന്താ? അവൾ വരുന്നില്ലെന്നല്ലാതെ അവൾ വരുന്നില്ലെന്ന് അവളല്ലേ തീരുമാനിക്കേണ്ടത്? ഏട്ടൻ്റെ ഫീസൊക്കെ തന്നു കഴിഞ്ഞതാണല്ലോ. ഫീസ് തന്നെന്ന് കരുതി ഒരു വാക്ക് എന്നോട് പറയണ്ടേ? അതൊരു മര്യാദ അല്ലേ? ദേ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അതിനെ ഇവിടിട്ട് ഓരോ ദിവസം പറഞ്ഞ് കരയിപ്പിക്കാനായിരുന്നില്ലേ വിനോദം? എന്നിട്ടിപ്പോൾ അവൾ വരാത്തതിനായോ അംഗം? ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവളെ പഠിപ്പിക്കാതിരുത്തിട്ട് നീ പറഞ്ഞിട്ടല്ലേ? ഇനിയിപ്പോൾ അവൾ വരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ആ നേരത്തെ ആവശ്യങ്ങളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പിന്നെ എങ്ങനെ പറയണം? ഇത് നല്ല കഥ. അമ്മേ, ഈ ഏട്ടന് ഇതെന്താ പറ്റിയേ? അഞ്ജു മൂക്കത്ത് വിരൽ വെച്ച് പോയി. ദേ അഞ്ജു, അല്ലെങ്കിലേ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് ഭ്രാന്തെടുത്ത് നിൽക്കുക. ഇനി നീയായിട്ട് അത് മൂപ്പിക്കണ്ട. സൂരജ് വിരികിനെ പോലെ പുറത്തേക്ക് പാഞ്ഞു. സൂരജിൻ്റെ ഉള്ളിലുള്ളത് മൃദുവിനോടൊന്നും പറയാതെ ദിവസം കഴിയുന്തോറും വീർപ്പ് മുട്ടിത്തുടങ്ങി. ഒരു നാൾ അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് യാദൃശ്ചികമായി സൂരജ് മൃദുവിനെ കാണുന്നത്. നന്നെ ക്ഷീണിച്ചു പോയ അവളെ കാണെ അവൻ്റെ നെഞ്ചിടിപ്പ് പോലും താഴ്ന്നുപോയി. സങ്കടവും സന്തോഷവും സമ്മിശ്രമായ ഒരു വികാരം അവനിലൂടെ പാഞ്ഞുപോയി. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർക്കാനാണ് അന്നേരം അവന് തോന്നിയത്. പക്ഷെ തന്നെ നോക്കി അവളുടെ മിഴികളിൽ പണ്ടത്തേതുപോലെയുള്ള പിടച്ചിലല്ല, തികച്ചും ശാന്തമായി ഒരു അപരിചിതനെ നോക്കുന്ന പോലെ. അത്രയും അന്യനായി പോയോ ഞാൻ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് നിനക്ക് ഞാൻ എന്നൊരു ചോദ്യം അവൻ്റെ തൊണ്ടയിൽ തങ്ങി നിന്നുപോയി. സൂരജിനെയും ശിവയെയും ഒരുമിച്ച് കണ്ടപ്പോൾ മൃദു ഒന്ന് നിന്നു. ശിവ തുടരെ കുശലം ചോദിക്കുന്ന തിരക്കിലാണ്. പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവുമില്ലാതെ അവൾ അതിനെല്ലാം ഉത്തരവും പറയുന്നുണ്ട്. പക്ഷെ തന്നെ ഒരു നോട്ടം കൊണ്ടുപോലും അവൾ ഗൗനിക്കുന്നില്ല. അവിടെ നിൽക്കുന്തോറും മുള്ളിൽ ചവിട്ടി നിൽക്കുന്ന പോലെ തോന്നി സൂരജിന്. സൂരജേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മൃദുവിൻ്റെ ചോദ്യം. മറുപടി എന്ത് പറയണമെന്നറിയാതെ സൂരജ് ഒന്ന് പരിങ്ങി. ട്യൂഷൻ നിർത്തുമ്പോൾ വന്ന് പറയാൻ സാധിച്ചില്ല.
ഫീസ് അഞ്ജുവിൻ്റെ കൈ കൊടുത്തു വിട്ടിരുന്നു. കിട്ടിയല്ലോ അല്ലേ? കിട്ടി. ശിവ ഇരുവർക്കും എന്തെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി മുന്നോട്ട് നടന്നു തുടങ്ങിയിരുന്നു. സൂര്യചേട്ടൻ ഒന്നുകൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അന്ന് പെട്ടെന്ന് നിമയെക്കുറിച്ച് സൂര്യചേട്ടൻ അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ മനസ്സ് അംഗീകരിച്ചില്ല. അപ്പോഴത്തെ പൊട്ടബുദ്ധിക്കാണ് അതൊക്കെ കാണിച്ചു കൂട്ടിയത്. പിന്നെ മനസ്സ് ശാന്തമാക്കി ഒന്നിരുത്തി ചിന്തിച്ചപ്പോൾ സൂര്യചേട്ടൻ പറഞ്ഞത് അത്രയും ശരിയാണെന്ന് തോന്നി. നിമയോട് അങ്ങനെ ഒരു ഇഷ്ടം ആൾക്ക് ആയാലും തോന്നും. നിമയോട് അങ്ങനെ ഒരു ഇഷ്ടം ആർക്കായാലും തോന്നും. അവൾ നല്ല കുട്ടിയാ. എൻ്റെ മനസ്സറിയുന്നത് കൊണ്ടാണ് തോന്നുന്നു നിമ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. സൂരജ് ഒരക്ഷരം മിണ്ടാതെ ക്ഷമയോടെ അവളെ കേട്ടു നിന്നു. എന്നെക്കൊണ്ടാവും വിധം ഞാൻ അവളെ പറഞ്ഞു തിരുത്താം. നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഞാൻ ഒരു വിലങ്ങുതടി ആവില്ല കേട്ടോ. മൃദു വരുത്തി തീർത്ത ഒരു ചിരിയോടെ മുന്നോട്ട് നടന്നു. സൂരജിന് ആദ്യത്തെ പതർച്ച മാറി അടി മുതൽ മുടി വരെ എരിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. മൃദു മുന്നോട്ട് നടക്കുന്നത് കാണെ ശിവ ഓടി സൂരജിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. എന്താടാ നീ പറഞ്ഞോ? ശിവയിൽ ആകാംക്ഷ നിറഞ്ഞു. ഇല്ല, അവൾ പറഞ്ഞു നിർത്തിയാലല്ലേ എനിക്കെന്തെങ്കിലും പറയാൻ കഴിയൂ. സൂരജിൻ്റെ മുഖം മുറുകി. എന്താണ് ഉണ്ടായത്? ശിവ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വേണമെങ്കിൽ എൻ്റെയും നിമയുടെയും കല്യാണം ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് നടത്തി തരാമെന്ന്. ബെസ്റ്റ്. ശിവ തലക്ക് കൈവച്ചുപോയി. ഈ തോണി കരക്കെടുക്കും തോന്നുന്നില്ല സൂരജേ. നിങ്ങൾ രണ്ടും എതിർദിശയിലിരുന്നല്ലേ തുഴയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് നീ മിണ്ടാതിരുന്നു. എന്നിട്ട് എനിക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനാ തോന്നിയത്. ആരെ? ശിവ കണ്ണുമിഴിച്ചു. എന്നെ തന്നെ. ഈ നാട്ടിൽ ഇത്ര പെണ്ണുങ്ങളുണ്ടായിട്ട് കറക്റ്റ് എനിക്ക് പ്രേമിക്കാൻ തോന്നിയത് അവളെയല്ലേ? സൂരജ് പല്ലിഞ്ഞിരിച്ചു. ശിവക്ക് പൊടുന്നനെ ചിരി വന്നു. എന്നാലും അവളുടെ ഒരു ത്യാഗം. സൂരജ് മൃദു പോകുന്ന വഴിയെ നോക്കി പിറുപിറുത്തു. അവൾ അടുത്ത ആത്മഹത്യാശ്രമത്തിന് വട്ടം കൂട്ടുന്നതിന് മുന്നേ നീ പോയി കാര്യം പറ. വേണ്ട, അവൾക്ക് ചെറിയൊരു കൊട്ടുകൂടെ കൊടുക്കണം. എന്നാലേ തലക്കകത്ത് ഇളകി കിടക്കുന്ന സ്ക്രൂ എല്ലാം ഒന്ന് മുറുകത്തേ ഉള്ളൂ. എന്തുകൊട്ട്? അതൊക്കെയുണ്ട്, സൂരജ് ആലോചനയോടെ പറഞ്ഞു. മൃദു, നീ എൻ്റെ കൂടെ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വരാവോ? നിമ ആകാംക്ഷയോടെ ചോദിച്ചു. എങ്ങോട്ട്? മൃദു നിമയുടെ തെളിഞ്ഞ മുഖത്ത് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. സൂരജേട്ടൻ എന്നോട് വെട്ടേകാടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണാനാണെന്നാ പറഞ്ഞത്. മൃദുവിൻ്റെ ചങ്കിടിപ്പ് ഒരു നിമിഷം ഒന്ന് ഉയർന്നു. മൃദു, നീ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താ നിമേ? നിനക്ക് സൂരജേട്ടനോട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാനും തിരിച്ചു പറഞ്ഞോട്ടെ, എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണെന്ന്. നിമയുടെ ചോദ്യത്തിൽ മൃദുലയുടെ ഉമിനീർ വറ്റിപ്പോയി. അവൾക്ക് കഠിനമായി ഹൃദയം വേദനിച്ചു. തൻ്റെ മുഖം നോക്കി സങ്കടവും അതിൻ്റെ ആഴവും അളന്ന് തിട്ടപ്പെടുത്തി പറയുന്നവളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. മൃദുലക്ക് എന്ത് പറയണമെന്നറിയാതെയായി. പറ മൃദു, നിനക്ക് കുഴപ്പമില്ല എന്ന് നീ തീർത്തു പറഞ്ഞത് കൊണ്ടല്ലേ ഞാനും തിരികെ ഇഷ്ടപ്പെട്ടു പോയത്. നിമയുടെ മുഖത്ത് നിരാശ പടർന്നു. എനിക്ക് കുഴപ്പമില്ലടാ. സൂരജേട്ടന് ചേരുന്നത് നിന്നെ തന്നെയാ. കഴിഞ്ഞ ദിവസം സൂരജേട്ടനെ കണ്ടപ്പോൾ ഞാൻ അത് പറയുകയും ചെയ്തു. മൃദു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. സൂരജിലും മുന്നേ കണ്ടതാണ് നിമയെ. ഇതുവരെ എല്ലാ ദുഃഖത്തിലും കൂടെ നിന്നവളാണ്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ ചേർത്ത് പിടിച്ചിരുന്നവളാണ്. അങ്ങനെയുള്ള അവളെ വേദനിപ്പിക്കാൻ മൃദുവിന് സാധിക്കില്ലായിരുന്നു. നിമയുടെ മുഖത്ത് അന്നേരം വല്ലാത്തൊരു വെട്ടം വന്ന് നിറഞ്ഞു. ഇവിടെ കാണുമെന്ന് പറഞ്ഞത്. നിമ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്പം ദൂരം കരിനീല ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് തങ്ങളെ നോക്കി നിൽക്കുന്ന സൂരജിനെ മൃദു അന്നേരമാണ് കണ്ടത്. ആ നോട്ടം അത്രയും നിമയിലാണ്. താൻ എന്നൊരാൾ കൂടെയുണ്ട് എന്ന് പോലും ആൾ അറിഞ്ഞിട്ടില്ല എന്ന പോലെ. ചങ്കിലൊരു കല്ലെടുത്തു വെച്ച പോലെ അവൾക്ക് ഭാരം തോന്നി. ദേ അവിടെ ഉണ്ട് നിമേ. സൂരജ് നിൽക്കുന്നിടത്തേക്ക് നിമയോടൊപ്പം നടക്കുമ്പോൾ അവളുടെ കാലുകൾക്ക് ശേഷി കുറയുന്ന പോലെ മൃദുവിന് തോന്നി. ഒത്തിരി നേരം അയവന്നിട്ട് ഏറ്റവും മധുരമൂറുന്ന സ്വരത്തിൽ നിമ ചോദിക്കവേ സൂരജ് ഇല്ലെന്ന് പതിയെ തലയാട്ടി. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ മൃദുവിന് സാധിക്കില്ലായിരുന്നു. എങ്കിൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറം മാറി നിൽക്കാം. സൂരജിനെ ഒന്നും നോക്കാതെ മൃദു വേഗം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. അവൾക്ക് മാറി നിന്ന് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയ നേരം പൊടുന്നനെ അവളുടെ വലത്തെ കൈയിൽ ഒരു പിടി വീണു. സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ സൂരജ് ഇമകൾ ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്നതാണ് മൃദു കാണുന്നത്. കാമുകിക്കും കാമുകനും പറഞ്ഞു തീർക്കാൻ ഒരു കുഞ്ഞു വിരഹകാലമില്ലേ? അതങ്ങ് പറഞ്ഞു തീർക്ക്. ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന നിമയെ കാണെ തനിക്കു ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് മൃദുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരക്ഷരം മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണാൻ അടിവയറിൽ നിന്നും ഒരാന്തൽ ശരീരമൊട്ടാകെ പടർന്നു പന്തലിക്കുന്നത് മൃദു അറിയുന്നുണ്ടായിരുന്നു. ഇന്നലെ കണ്ടപ്പോൾ കണ്ണി നോക്കിയായിരുന്നല്ലോ സംസാരിച്ചിരുന്നത്.
ഇപ്പോൾ തനിക്ക് മുഖത്ത് നോക്കാൻ പോലും വലിയ മടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഗൗരവത്തോടെ ചോദിക്കുന്ന അവനെ അവൾ വെപ്രാളത്തോടെ ഒന്ന് നോക്കി. താനാരാ, ഹംസമോ? എൻ്റെയും നിമയുടെയും പ്രണയം അങ്ങ് നടത്തിത്തരാൻ? സൂരജിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ കഴിയാതെ മൃദുല നിന്ന് വിയർത്തുപോയി. സൂരജ് പതിയെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഇപ്പോഴുമുണ്ട് തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ സ്വയം മുറിപ്പെടുത്തിയ മുറിപ്പാട് അവിടെ. സൂരജ് മൃദുലമായി അവളുടെ ആ മുറിപ്പാടിൽ ഒന്ന് വിരലോടിച്ചു. മൃദുല കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കി നിന്നു. അവൾക്ക് ചുറ്റും നടക്കുന്ന മായക്കാഴ്ചകൾ പോലെയായിരുന്നു അവൾക്കന്നേരം. പൊടുന്നനെയാണ് സൂരജ് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തത്. ആകെ ഒരു കോരിത്തെരിപ്പ് തൻ്റെ ഉടലാകെ വ്യാപിക്കുന്നത് മൃദുല അറിഞ്ഞു. കണ്ണിമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ സൂരജ് നെഞ്ചിലേക്ക് ചേർത്തണച്ചു പിടിച്ചു. എനിക്കെന്ത് ഇഷ്ടമാണെന്നോ ഇയാളെ. ചെവിയിൽ കാറ്റുപോലെ അവൻ്റെ ശബ്ദം. നീയില്ലാതെ സൂരജിന് ഇനിയൊരു ജീവിതമില്ല. അത്രമേൽ ഞാൻ നിന്നെ അടിമപ്പെട്ടു പോയി മൃദുല. മൃദുലയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു തൂകിപ്പോയി. പിന്നെ എന്തിനാ എന്നെ കളിപ്പിച്ചേ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി. ഞാനൊന്ന് അളന്നു നോക്കിയതാ നിന്റെ സ്നേഹം. പക്ഷേ ഞാൻ തോറ്റുപോയി. അളക്കും തോറും നിന്റെ സ്നേഹത്തിന് വ്യാപ്തിയും ആഴവും കൂടിക്കൊണ്ടേയിരുന്നു. എന്നിങ്ങനെ സ്നേഹിക്കാൻ മാത്രം. അതിനുവേണ്ടി എന്ത് പ്രത്യേകതയാണ് നീ എന്നെ കണ്ടത്? സൂരജ് അലിവോടെ അവളെ നോക്കി. അറിയില്ല, എനിക്കിഷ്ടമാണ്. പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റാത്ത അത്ര ഇഷ്ടം. എൻ്റെ മരണം വരെ ആ ഇഷ്ടം എന്നിലുണ്ടാവും. മൃദു വിങ്ങിക്കൊണ്ട് പറഞ്ഞു. സൂരജ് അത്രമേൽ ഇഷ്ടത്തോടെ അവളുടെ മുഖം ഒട്ടാകെ കണ്ണോടിച്ചു. ഒരു മുത്തം തന്നോട്ടെ ഞാൻ. വേണ്ടെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് തരാതിരിക്കാനാവില്ല. പറഞ്ഞു തീരും മുന്നേ സൂരജിൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ആത്മനിർവൃതിയോടെ പതിഞ്ഞിരുന്നു. വെളുത്ത വിരിഞ്ഞ നെറ്റിയിൽ ഒരു ചുവന്ന കുഞ്ഞു ചുംബനപ്പൂവ് വന്ന് പതിഞ്ഞു. ആ ചുവപ്പ് അവളുടെ മുഖം ഒട്ടാകെ വന്നു മൂടി. സൂരജ് അവളുടെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല. പാരിജാതം പോലെ. ആര്? നീ? ഞാനോ? മൃദുല വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. എതിരെ നിൽക്കുന്നവൻ അവളിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ഒന്ന് മൂളി. ആ നോട്ടത്തിൽ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞുണർന്നു. അതെന്താ പാരിജാതം? അതിലും ഭംഗിയുള്ള പൂക്കളില്ലേ? അവൾ അവനെ മിഴികളിൽ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ മറുപടിയിൽ അവളുടെ കവിളിലേക്ക് രക്തം ഇരച്ചു കയറി. മൂക്കിൻ തുമ്പ് പോലും അങ്ങനെ ചുവന്നു നിൽക്കെ അവൻ എൻ്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചുവന്ന അവളുടെ കവിളിൽ സൂരജ് പതിയെ കടിച്ചു. ഒന്ന് എരിവലിച്ചുകൊണ്ട് മൃദു പതിയെ ഉയർന്നു പൊങ്ങി. ശരീരത്തിന് ഭാരമില്ലാതെ ആവുന്ന പോലെ മൃദുലക്ക് തോന്നി. ഒരാശ്രയത്തിനെന്നോണം അവൾ സൂരജിൻ്റെ കൈത്തണ്ടയിൽ തന്നെ മുറുകെ പിടിച്ചു. ചുണ്ടും പല്ലും കൊണ്ട് ഉമിനീരിൽ കലർന്ന ഒരു കുഞ്ഞു കവിത. ആദ്യമായി അറിയുന്ന വികാരങ്ങളിൽ അവൾ പൂത്തുലഞ്ഞു പോയി. സൂരജും മൃദുവും നാൾക്ക് നാൾ അടുക്കുകയായിരുന്നു. കാലങ്ങൾ ഓടിമറഞ്ഞു തുടങ്ങി. പഴയ 18 വയസ്സുകാരിൽ നിന്നും മൃദു ഒരുപാട് മാറി. ഡിഗ്രി കഴിഞ്ഞ് തുടർ പഠനത്തിന് മൃദു അടുത്തുള്ള ഒരു കോളേജിൽ തന്നെ തിരഞ്ഞെടുത്തു. സൂരജ് അടുത്തുള്ള ഒരു കോളേജിൽ അധ്യാപകനായും കയറി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണാറുള്ളൂ എങ്കിലും പിന്നീടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വരെ ഉള്ള ഓർമ്മകൾ ഇരുവരും പങ്കുവെക്കുമായിരുന്നു. സൂരജിൻ്റെ വീട്ടിൽ അഞ്ജുവും അമ്മയും എല്ലാം അവരുടെ ഇഷ്ടം അതിനോടകം കൈയോടെ പൊക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം അതിൽ സന്തോഷം മാത്രമായിരുന്നു. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഉമ്മറത്തിരിക്കുന്ന മനീഷിനെ മൃദു കാണുന്നത്. 1.5 വർഷം കഴിഞ്ഞിരുന്നു മനീഷ് വന്നുപോയിട്ട്. ഏറെ സന്തോഷത്തോടെ മൃദു അവൻ്റെ നെഞ്ചിലേക്ക് വന്നു വീണു. ഏട്ടാ, എപ്പോൾ എത്തി? ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഇന്ന് വരുമെന്ന് മൃദു വല്ലാത്ത ആവേശത്തോടെ ചോദിച്ചു. ഒരു സർപ്രൈസ് തന്നതല്ലടോ. മനീഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ മെല്ലെ ചുണ്ടമർത്തി. നിനക്ക് സുഖമല്ലേ? ആണ്. മൃദു സന്തോഷത്തോടെ തലയാട്ടി. മനീഷിനോട് ചിരിച്ചൊന്ന് തിരിഞ്ഞപ്പോൾ ഉമ്മറത്തച്ഛനോടൊപ്പം ഇരിക്കുന്ന ആളെ മൃദു കണ്ടത്. എൻ്റെ ഫ്രണ്ടാണ്, വിവേക്. മനീഷിൻ്റെ പരിചയപ്പെടുത്തലിൽ മൃദു അവനെ നോക്കി പതിയെ ചിരിച്ചു. തിരികെ അവനും. അച്ഛൻ ആവേശത്തോടെ വിവേകിനോട് വിവരങ്ങൾ ചോദിക്കുന്നു, തമാശ പറയുന്നു, ചിരിക്കുന്നുമെല്ലാം ഉണ്ടായിരുന്നു. വിവേക് വലിയ പുള്ളിയാണെന്ന് തോന്നുന്നല്ലോ ഏട്ടാ. ഐ മീൻ കാശുള്ള വീട്ടിലെ പയ്യൻ. മൃദു ശബ്ദമടക്കി മനീഷിനോട് ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അച്ഛൻ്റെ സന്തോഷവും വിശേഷം പറച്ചിലും കണ്ടാൽ അറിയാം, മൃദു ചിരിയോടെ പറഞ്ഞു. അത് കേൾക്കെ മനീഷും ചിരിയടക്കി. 1 മണിക്കൂറിന് മീതെയായി അച്ഛൻ ഈ കത്തി തുടങ്ങിയിട്ട്. വിവേകിൻ്റെ ഫാമിലി സ്റ്റാറ്റസ് അറിഞ്ഞിട്ട് തന്നെയാണ് അച്ഛൻ്റെ ഈ അടുപ്പമെന്ന് മനീഷും അതിനോടകം ഊഹിച്ചു കഴിഞ്ഞിരുന്നു. സാധാരണ നാട്ടിലുള്ള തൻ്റെ സെറ്റുകാരുമായി വീട്ടിലേക്ക് വന്നാൽ അച്ഛൻ അവന്മാരോട് ഒരക്ഷരം മിണ്ടില്ല. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവന്മാരാ നിൻ്റെ മോൻ്റെ കൂട്ടുകാർ എന്ന് അമ്മയോട് പരിഹാസത്തോടെ പറയും. പിന്നെ കൂട്ടുകാർ ഒന്നും ഇങ്ങോട്ട് വരാതെയായി. നിൻ്റെ അച്ഛൻ്റെ ദുർമുഖം കാണാൻ അങ്ങോട്ട് വരുന്നതിനേക്കാൾ നല്ലത് വല്ല ജയിലിലോട്ടും പോകുന്നതാണെന്ന് അവർ തമാശയോടെ പറയും. വിവേക് ഏകദേശം പെട്ടുപോയി എന്നൊരു ഭാവത്തിൽ ഇടയ്ക്കിടെ മനീഷിനെ നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഏട്ടൻ്റെ കൂടെ വന്നിരുന്നു ഒരു സുന്ദരൻ. എന്ത് സ്റ്റൈലാണെന്നോ കാണാൻ. അച്ഛനും ആളെ നല്ല ബോധിച്ച മട്ടുണ്ട്. സൂരജിനെ ഓരോന്ന് പറഞ്ഞ് കുശുമ്പ് കുത്തിക്കുന്ന തിരക്കിലായിരുന്നു മൃദു. ഓ പിന്നെ. സൂരജ് താല്പര്യമില്ലാത്ത പോലെ മുഖം വെട്ടിച്ചു കളഞ്ഞു.
സത്യം, ഇവിടെ ഒരാളെ പോലെ മുണ്ടും ഷർട്ടുമല്ല വേഷം, നല്ല ജീൻസും ഷർട്ടും, അതിങ്ങനെ തേച്ച് മിനുക്കി ഒരു കറുത്ത കണ്ണടെല്ലാം വെച്ച് ഒന്നും പറയണ്ട, സിനിമാ നടന്മാർ തോറ്റുപോകും. മൃദു ആവേശം കൊണ്ടു. അല്ലെങ്കിലും ഈയിടെയായി നിനക്ക് അല്പം വായിനോട്ടം കൂടിയിട്ടുണ്ട്. സൂരജ് ദേഷ്യത്തോടെ മുണ്ട് മുറുക്കിയെടുത്ത് എങ്ങോട്ട് നോക്കി കുശുമ്പടക്കി. ആ നൃത്തം കാണെ മൃദുവിന് ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. ആൾ ഇന്നലെ എൻ്റെ പിന്നാലെ നിന്ന് മാറിയിട്ടില്ല. ഇന്ന് രാവിലെ പോകുന്നവരെ നല്ല തമാശയും സംസാരവുമായിരുന്നു. ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൃദു ബാക്കി കൂടെ കൂട്ടിച്ചേർത്തു. വൃത്തികെട്ടവൻ. സൂരജ് പിറുപിറുത്തു. എൻ്റെ കോളേജിൽ എത്ര പെൺപിള്ളേരാണെന്നോ എന്നോട് ഇഷ്ടം പറഞ്ഞു വരുന്നത്. തികഞ്ഞ കുട്ടിത്തത്തോടെ സൂരജ് തിരിച്ചും പറഞ്ഞൊപ്പിച്ചു. ഓ പിന്നെ, എനിക്ക് പറ്റിയ അബദ്ധം ഒന്നും വേറെ ആർക്കും പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മൃദു ചിരിയോടെ പറഞ്ഞു. അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയൊരു പറ്റാണ്. വർഷം 5ആയിട്ടും കൂടെ കൊണ്ട് നടക്കുന്നത്. മൃദു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. തെറ്റുപറ്റിപ്പോയി എന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ? അപ്രതീക്ഷിതമായി സൂരജിൽ നിന്നും വന്ന ചോദ്യമാണ് മൃദുവിനെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്. സൂരജിൻ്റെ വാടി തുടങ്ങിയ മുഖമാണ് തൻ്റെ തമാശ അതിര് കടന്നു തുടങ്ങി എന്ന് അവളെ ഓർമ്മിപ്പിച്ചത്. അയ്യോ സൂരജേട്ടൻ, ഞാൻ തമാശക്ക് എനിക്കറിയാം. എന്നാലും ഈ 5 വർഷത്തിനിടയിൽ മനസ്സിൽ നിന്നും പറിച്ചു കളയാൻ പറ്റാത്തൊരു ചോദ്യമുള്ളത്, ഞാൻ ശരിക്കും നിനക്ക് യോജിച്ച ഒരാളാണോ എന്നാ. നിന്നുള്ള ഭംഗിയോ സമ്പത്തോ ഒന്നും എനിക്കില്ല. പേടി തോന്നുന്നു എനിക്ക്. ജീവിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് വേണ്ട എന്ന് തോന്നിപ്പോയാൽ എനിക്കത് സഹിക്കില്ല. സൂരജിൻ്റെ ശബ്ദം മാറി. മൃദു അടുത്ത നിമിഷം അവൻ്റെ നെഞ്ചിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. സൂരജിന് പകരം ഒന്നും ഈ ജന്മം മൃദുവിനുണ്ടാവില്ല. എനിക്കറിയില്ല എത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരേങ്ങൽ അവളുടെ ഉള്ളിൽ നിന്നും തട്ടിത്തെറിച്ച് വീണു. കരയാതടാ, എനിക്കറിയാം നിൻ്റെ മനസ്സ്. പക്ഷേ എൻ്റെ അപകർഷതാബോധം ഇതുപോലെ എപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സൂരജ് പതിയെ മൃദുവിൻ്റെ മുഖം പിടിച്ചുയർത്തി. എനിക്കിനി വയ്യ കാത്തിരിക്കാൻ. വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. 1 മാസം കൂടെ, അതിൽ കൂടില്ല. ഞാൻ വരും വീട്ടിലേക്ക്. മൃദുവിൻ്റെ കണ്ണീർ അവിശ്വസനീയത നിറഞ്ഞു നിന്നു. അച്ഛനും അമ്മയും എതിർത്ത നീ എന്ത് ചെയ്യും മൃദു? സൂരജ് നേർത്ത ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ ഇറങ്ങി വരും. ഏത് ലോകത്തേക്ക് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും. അവളുടെ വാക്കുകളിൽ വല്ലാത്ത മുറുക്കം വന്നു നിറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ആ പ്രണയം കുറച്ചു കാലങ്ങൾക്കുള്ളിൽ നാട്ടിൽ പാട്ടായി. മൃദുവിൻ്റെ വീട്ടുകാർ എതിർത്തു, സൂരജിനെ ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ഒരു പൊടിക്ക് സൂരജോ മൃദുവോ പിന്മാറിയില്ല. കാലം വായിക്കാത്ത മുറിവുകളില്ലല്ലോ. പതിയാണെങ്കിലും ഇരുവരുടെയും പ്രണയം വീട്ടിൽ അംഗീകരിച്ചു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തന്നെയാണ് മൃദു സൂരജിന് സ്വന്തമായതും. ഒറ്റമകളുടെ നല്ല ജീവിതത്തിനു വേണ്ടി ആ അച്ഛനും അമ്മയും ദുരഭിമാനം ഉള്ളിൽ നിന്നും എടുത്തു കളഞ്ഞു. ഇന്നിപ്പോൾ തൻ്റെ മുറിയിൽ തൻ്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന മൃദുവിനെ കാണുമ്പോൾ സൂരജിന് ഇടയ്ക്ക് അത്ഭുതം തോന്നും. ഇടയ്ക്ക് ആ പഴയ കാലം ഓർമ്മ വരും. അന്നേരമെല്ലാം അത്രമേൽ സ്നേഹത്തോടെ അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടും. അവർ അങ്ങനെ ജീവിക്കട്ടെ അല്ലേ? അവസാനിച്ചു. സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.